Hello friends, welcome back. Next we are going to discuss another interesting area, that is industrial economics. This is the elective course of third semester MA Economies, University of Calicut, School of Distance Education. The major content of this subject include Module 1 deals with a prelude to industrial economics, and the second module focuses on location analysis. Third module deals with industrial finance. The fourth module analyzes technological change and industrial efficiency, and the final module, that is fifth module, focuses on industrial development, government regulation of industries. Module 1 we deals with a prelude to industrial economics. അതായത് വ്യാവസായിക സാമ്പത്തിക ശാസ്ത്ര വിപണിയുടെ ഘടന എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് the major factors like market structure, conduct, performance paradigm, then alternative schools of thought, then market concentration and monopoly power, its causes and measurement, then market concentration and performance, extent of market concentration in India, recent trends, vertical integration, and finally diversification and merger. First of all, we give an introduction of industrial economics. ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അവിടെ പ്രധാനമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഓർ വിഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. In the case of industrial economy, is a distinctive branch of economics which deals with economic problems of the firm and industries and their relationship with the society. It is known by several names such as economics of industries, industry and trade, etc. അതായത് വ്യാവസായിക സാമ്പത്തിക ശാസ്ത്ര വിപണിയുടെ ഘടനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് വ്യവസായ സമ്പദ് വ്യവസ്ഥ സ്ഥാപനത്തിൻ്റെയും വ്യവസായങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങളും അത് സമൂഹവുമായിട്ടുള്ള അവരുടെ ബന്ധവും കൈകാര്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വ്യവസായം, വ്യാപാരം തുടങ്ങിയ നിരവധി പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. Next, there are two broad elements in industrial economics. First one, descriptive element. Descriptive element എന്ന് പറയുമ്പോൾ വിവരണാത്മക ഘടകമാണ്. സെക്കൻഡ് വൺ ബിസിനസ് പോളിസി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അതായത് ബിസിനസ് നയവും തീരുമാനമെടുക്കലാണ് സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് കേസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഇൻഫർമേഷൻ കണ്ടന്റ് ഓഫ് ദ സബ്ജക്ട്. അതായത് ഇത് പഠന പങ്കാളിയുടെ വിവര ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രൊവൈഡിംഗ് ദ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ബിസിനസ്മാൻ with a survey of industrial and clerical organization of his country and of other countries with which he might come in contact. അതായത് വ്യവസായിക്കും ബിസിനസ്സുകാരനും തൻ്റെ രാജ്യത്തെയും മറ്റ് രാജ്യങ്ങളിലെയും വ്യാവസായിക ക്ലറിക്കൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു സർവേ നൽകുക എന്നതാണ് ഇത് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇറ്റ് വുഡ് ഗീവ് ഹിം ഫുൾ ഇൻഫർമേഷൻ regarding the natural resources, industrial climate, situation of infrastructure, FOB, trade and commercial policies, and degree of competition. Thus, it deals with information about the competitors, natural resources, rules and regulations concerned to the industry. അതായത് പ്രകൃതി വിഭവങ്ങൾ, വ്യാവസായിക കാലാവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളുടെ സാഹചര്യം, ഫോബ്, വ്യാപാര വാണിജ്യ നയങ്ങൾ, ദെൻ മത്സരത്തിന്റെ അളവ് എന്നിവ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഇത് അദ്ദേഹത്തിന് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ ഇത് മത്സരാർത്ഥികളെ പ്രകൃതി വിഭവങ്ങൾ, നിയമങ്ങൾ, വ്യവസായികമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നൽകുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വണ്ണാണ് ബിസിനസ് പോളിസി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് നയവും തീരുമാനമെടുക്കലാണ് ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് അനലിറ്റിക്കൽ പാർട്ട് ഡീലിംഗ് വിത്ത് ദ ടോപ്പിക്സ് സച്ച് ആസ് മാർക്കറ്റ് അനാലിസിസ്, പ്രൈസിംഗ്, ചോയ്സ് ഓഫ് ടെക്നിക്, location of plant, investment in planning, hiring and firing of labor, financial decisions, product diversification. അതായത് ബിസിനസ് നയവും തീരുമാനമെടുക്കലിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതുപോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിശകലനത്തിന്റെ ഭാഗമാണ്. അതായത് വിപണി വിശകലനം ചെയ്യുക, വില എങ്ങനെയായിരിക്കും, സാങ്കേതികയുടെ തിരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയായിരിക്കും, ദെൻ ലൊക്കേഷൻ ഓഫ് പ്ലാന്റ്, ആസൂത്രണത്തിലെ നിക്ഷേപം, തൊഴിലാളികളെ നിയമിക്കുകയും അവർക്ക് വേണ്ട അഡ്വൈസ് നൽകുകയൊക്കെ ചെയ്യുക, പിന്നെ സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, പിന്നെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, അതായത് മതിയായ വിവരങ്ങളില്ലാതെ ആർക്കും ഒരു ബിസിനസിന്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാത്തത്
ഉള്ളതിനാൽ ഈ രണ്ട് ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. The two elements are interdependent since without adequate information no one can take proper decision about any aspect of business. Then definition and meaning. We know economics is the science which studies the human behavior as the relationship between ends and squares means which alternative uses by Leonard Robbins in 1932. 1932 ലാനഡ് റോബിൻസിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചും അവരുടെ ലക്ഷ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. This problem of utility maximization is the theory of consumer behavior. Similarly, for producer, the resources like land, raw material, labor, capital, etc. are scarce. Given such scarcity, has to take decisions about production and distribution. അതായത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഈ ഒരു പ്രശ്നം ഉൽപാദകന് സമാനമായി ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തമാണ്. അതായത് ഭൂമി, അസംസ്കൃത വസ്തുക്കൾ, തൊഴിൽ, മൂലധനം മുതലായ വിഭവങ്ങൾ വളരെ വിരളമാണ്. അത്തരം ദൗർബല്യം കണക്കിലെടുക്കുമ്പോൾ ഉൽപാദനത്തെയും വിതരണത്തെയും കുറിച്ചുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. The issue concerned are what and how to produce, level of output, type of technology to be adopted and where to produce. അതായത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്. എന്താണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്, ഫസ്റ്റ് പ്രോബ്ലം വാട്ട് ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്, ഔട്ട്പുട്ടിന്റെ നില, ആൻഡ് ദ തേർഡ് വൺ ടൈപ്പ് ഓഫ് ടെക്നോളജി ടു ബി അഡോപ്റ്റഡ്, സാങ്കേതിക വിദ്യ, ഏതൊക്കെ സാങ്കേതിക വിദ്യ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, ആൻഡ് ദ ഫോർത്ത് വൺ വേർ ടു പ്രൊഡ്യൂസ്, എവിടെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. All such decisions explain the production behavior in different situations. Because of this fact, some economists would regard industrial economics as being primarily an elaboration of and development from traditional theory of microeconomics. അപ്പോൾ അത്തരം എല്ലാ തീരുമാനങ്ങളും വ്യത്യസ്ത സാഹചര്യങ്ങളിലെ ഉൽപാദന പെരുമാറ്റത്തെയാണ് വിശദീകരിക്കുന്നത്. ഈ വസ്തുത കാരണം ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ വ്യാവസായിക സാമ്പത്തിക ശാസ്ത്രത്തെ പ്രാഥമികമായിട്ട് മൈക്രോ എക്കണോമിക്സിന്റെ പരമ്പരാഗത സിദ്ധാന്തത്തിൽ നിന്നുള്ള വിപുലീകരണവും വികസനമായിട്ട് കണക്കാക്കുന്നുണ്ട്. Then market structure. The key determinant of market structure is barriers to entry. In other words, for an industry to remain concentrated or monopolized, there has to be some way to close the market entry. അതായത് വിപണി ഘടനയുടെ പ്രധാന നിർണായകമാണ് പ്രവേശനത്തിന് തടസ്സമെന്നുള്ളത്, ബാരിയേഴ്സ് ടു എൻട്രി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വ്യവസായം ഏകാഗ്രമായി തുടരുകയോ കുത്തകയാക്കുകയോ ചെയ്യുന്നതിന് എൻട്രിക്കായിട്ട്, പ്രവേശനത്തിനായിട്ട് ചില മാർഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Here it suffices to note that unless some barriers exist and can be permanently maintained, the industry will tend to become more competitive because of the desire of each of the sellers to increase its market share by capturing more business. അതായത് ഇവിടെ ചില തടസ്സം നിലനിൽക്കുകയും ശാശ്വതമായി നിലനിൽക്കാൻ കഴിയും, ഇല്ലെങ്കിൽ വ്യവസായം കൂടുതൽ പിടിച്ചെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബിസിനസ് കൂടുതലായിട്ട് പിടിച്ചെടുക്കുന്നതിലൂടെ അതിൻ്റെ വിപണിയിലെ വിഹിതം വർദ്ധിപ്പിക്കാൻ വിൽപ്പനക്കാർ ഓരോ ആഗ്രഹം കാരണം കൂടുതൽ മത്സര പ്രവണത ആയിരിക്കും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. In other words, so long as there are no significant entry barriers in an industry, the competition will eventually come to dominate the marketplace. In fact, entire discussion on market structure concentrated on two possibilities with regard to barriers to entry. അതായത് മറ്റൊരു വിധത്തിൽ നമുക്ക് പറയുകയാണെങ്കിലും ഒരു വ്യവസായത്തിൽ കാര്യമായ എൻട്രി തടസ്സങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം മത്സരം ഒടുവിൽ വിപണി സ്ഥലത്ത് ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് വാസ്തവത്തിൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള മുഴുവൻ ചർച്ചയും പ്രവേശന തടസ്സം, അതായത് ബാരിയേഴ്സ് ടു എൻട്രിയുമായി ബന്ധപ്പെട്ട് രണ്ട് സാധ്യതകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. Whenever there are no significant barriers, the industry will be regarded as competitive and the firms in the industry will be treated as price takers. ഒന്ന് പറയുന്നത് കാര്യമായ തടസ്സങ്ങൾ ഇല്ലാത്തപ്പോഴെല്ലാം വ്യവസായം മത്സരാത്മകമായി കണക്കാക്കപ്പെടും. രണ്ടാമത്തെ കാര്യം വ്യവസായത്തിലെ സ്ഥാപനങ്ങളെ പ്രൈസ് ടേക്കേഴ്സ് ആയിട്ട് പരിഗണിക്കും എന്നുള്ളതാണ്. And the next, on the contrary, there are significant barriers. The firms will be regarded as price makers, as in monopoly, or price searchers, as in oligopoly. അതായത് the use of three categories: price takers, price makers and price searchers.
അതായത് മറിച്ച് ഗണ്യമായ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ഥാപനത്തിന്റെ വില നിർമ്മാതാക്കളുമായിട്ട്, അതായത് കുത്തകകൾ, മൊണോപ്പൊളി, അല്ലെങ്കിൽ വില തിരയുന്നവർ, പ്രൈസ് സെർച്ചേഴ്സ്, ഒളിഗോപ്പൊളിയെ പോലെ കണക്കാക്കപ്പെടുന്നുള്ളതാണ്. ഈ 3 വിഭാഗങ്ങളുടെ ഉപയോഗം പ്രൈസ് ടേക്കേഴ്സ് ആയിട്ടും പ്രൈസ് മേക്കേഴ്സ് ആയിട്ടും അതിന്റെ പ്രൈസ് സെർച്ചേഴ്സ് ആയിട്ടുമാണ്. അതായത് ശുദ്ധമായ മത്സരം, കുത്തക മത്സരം, അതായത് ഒളിഗോപ്പൊളി എന്നിവയുടെ പരമ്പരാഗത മാതൃകകളെ നിരസിക്കുന്നതിനെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും തടസ്സങ്ങൾ ഉയരുകയോ വീഴുകയോ ചെയ്യുമ്പോൾ വിപണി ഘടനകൾ, മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ മാറുകയും പരിണമിക്കുകയും ചെയ്യുന്നു എന്ന് പരിഗണിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് the use of these 3 categories include price takers, price makers and price searchers does not imply rejection of the traditional models of poor competition, monopoly, monopolistic competition and oligopoly. However, it forces to consider how market structures change and evolve as barriers rise or fall എന്നുള്ളതാണ്. അതായത് എക്കോണമിയിലെ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോഴും ഇല്ലായ്പോഴും മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ കണ്ടക്ട് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. എങ്ങനെയാണ് ഒരു വിപണിയുടെ ഘടന പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വിപണി ഘടനയുടെ പെരുമാറ്റം, അതായത് ബിസിനസ് സ്ഥാപനങ്ങളുടെ വില നയങ്ങൾ ഫേംസിന്റെ പെരുമാറ്റത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. അതായത് അവരുടെ ദൈനംദിന പെരുമാറ്റമാണ്. The conduct of market structure means pricing policies of business firms are an important component of the firm's conduct. That is, their day-to-day behavior. The firm's conduct depends on 4 major aspects of market structure. പ്രധാനമായിട്ടും 4 വശങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഒരു വിപണിയുടെ ഘടന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോംസ് കണ്ടക്ട്, ഒരു ഫോംസ് എങ്ങനെ വിപണിയുടെ ഘടന നിർണ്ണയിക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ട് 4 ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അതായത് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെ എണ്ണമാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ എക്സിസ്റ്റൻസ് ആൻഡ് ഡിഗ്രി ഓഫ് ബാരിയേഴ്സ് ടു എൻട്രി, അതായത് പ്രവേശനത്തിനുള്ള തടസ്സങ്ങളുടെ അസ്തിത്വവും അളവുമാണ് സെക്കൻഡ് കണ്ടക്ട് ആയിട്ട് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ദ എക്സിസ്റ്റൻസ് ഓഫ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ്. അതായത് സ്കെയിലിന്റെ, എക്കോണമീസ് ഓഫ് സ്കെയിലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പ് എന്താണ്, ദ എക്സിസ്റ്റൻസ്. ആൻഡ് ഫോർത്ത് വൺ, ദ ഡിഗ്രി ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, അതായത് ഉൽപ്പന്ന വ്യത്യാസത്തിന്റെ അളവ്, പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസിയേഷൻ അതിന്റെ ഡിഗ്രിയുടെ ബേസിലാണ്. ഇതൊക്കെയാണ്, ഈ 4 കാര്യങ്ങളാണ് കണ്ടക്ട് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ പെർഫോമൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഒരു വിപണി ഘടനയുടെ പ്രകടനം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. കണ്ടക്ട് in its turn determines performance or the degree to which certain ideal macroeconomic goals are attained. The most important goal seems to be consumer protection. അതായത് ഒരു വിപണി, അതായത് ഒരു മാർക്കറ്റിന്റെ പെരുമാറ്റം, അതിന്റെ ഫലമായിട്ടുള്ള പ്രകടനം, അല്ലെങ്കിൽ ചില അനുയോജ്യമായ മാക്രോ എക്കണോമിക് ലക്ഷ്യങ്ങൾ എത്രത്തോളം കൈവരിക്കുന്നു എന്നുള്ളത് ഇതിനെ നിശ്ചയിച്ചിട്ടാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷനാണ്, ഉപഭോക്തൃ സംരക്ഷണം. ഇത് അന്യായവും നിയന്ത്രിതവുമായ വ്യാപാര സമ്പ്രദായങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്നിരുന്നാലും നമുക്ക് പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ സമൂഹത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങളും ഒരു വ്യക്തിഗത സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. This determines elimination of unfair and restricted trade practices. However, in practice, there may be conflict between society's economic goals and the goals of the individual firm. അതായത് ഇൻഡിവിജ്വൽ ഫേമിന്റെ ഗോൾസും ഒരു സൊസൈറ്റിയുടെ എക്കണോമിക് ഗോൾസുമായിട്ട് എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. The traditional goal of the business firm is profit maximization, and for the time being, we are mainly concerned with this goal. അതായത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു പരമ്പരാഗത ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാക്സിമം ആക്കുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പരമാവധി ലാഭം കിട്ടണം എന്നുള്ളതാണ്. തൽക്കാലം ഇവര് പ്രധാനമായും ഈ ലക്ഷ്യത്തിലാണ് ശ്രദ്ധ പുലർത്തുന്നത്. അതായത് the market structure indirectly affects business conduct such as the components of market structure such as the number of buyers and sellers, the firm's influence over price etc. determine the pricing strategy a firm can follow. അതായത് വിപണി ഘടന പരോക്ഷമായിട്ട് ഇതുള്ള ഘടകങ്ങൾ ബിസിനസിന്റെ പെരുമാറ്റം എങ്ങനെ ബാധിക്കുന്നു, അതായത് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം, പിന്നെ വിലമേൽ സ്ഥാപനത്തിന്റെ സ്വാധീനം മുതലായവ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിന് ഈ പിന്തുടരാൻ കഴിയുന്ന വില തന്ത്രങ്ങളുണ്ട്, പ്രൈസ് സ്ട്രാറ്റജി ഉണ്ട്, അത് അതിനെ നിർണ്ണയിക്കുന്നുണ്ട്. കൂടാതെ വിപണി എന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധാപൂർവം പരിശോധിക്കുന്നതിന്
വില സിദ്ധാന്തങ്ങളും സമ്പ്രദായവും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനാൽ സ്ട്രക്ചർ, ഘടന, പെരുമാറ്റം, പ്രകടനം എന്നിവ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. Furthermore, a careful examination of market structure can explain some of the divergence between theory and practice of pricing. Thus, it seems that the relationship among structure, conduct, and performance are fairly complex. And the next we are going to discuss the structure, conduct, performance. Paradigm. അതായത് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഘടന, ഒരു മാർക്കറ്റിന്റെ ഘടന എങ്ങനെയാണ്, അതിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അതിന്റെ പ്രകടനം എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് the word paradigm refers to the framework for analysis or a way of looking at a particular set of facts. അതായത് paradigm means മാതൃക. മാതൃക എന്ന വാക്ക് ഒരു ചട്ടക്കൂടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വിശകലനം അല്ലെങ്കിൽ വസ്തുക്കളുടെ ഒരു പ്രത്യേക സെറ്റ് നോക്കുന്ന ഒരു മാർഗം. അതിനെയാണ് നമ്മൾ പാരാഡിഗം എന്ന് പറയുന്നത്. ദ സ്ട്രക്ചർ, കണ്ടക്ട്, പെർഫോമൻസ് പാരാഡിഗം ദ henceforth SCP provides a framework for the study of industrial organization. അതായത് SCP എന്ന് പറയുന്നത് വ്യാവസായിക സ്ഥാപനത്തിന്റെ പഠനത്തിന് ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് നൽകുന്ന ഒന്നാണ്. This framework can utilize in managerial economies for examining the relationship between industrial structure and pricing. അതായത് വ്യാവസായിക ഘടനയും അതിന്റെ വിലയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നതിന് മാനേജറിയൽ എക്കണോമിക്സിലെ ഈ ഒരു ചട്ടക്കൂട് SCP ഉപയോഗിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. Next we are going to discuss the structure and pricing of SCP. The structure and pricing are basically concentrated with the application of the concepts of pricing, production and cost to the relationship between firms and the rules and the laws within which the firm has to operate. അതായത് ഘടനയും വിലയും അടിസ്ഥാനപരമായി ഫേംസ് തമ്മിലുള്ള ബന്ധവും അതിൻ്റെ സ്ഥാപനവും പ്രവർത്തിക്കേണ്ട നിയമങ്ങളും തമ്മിലുള്ള ബന്ധം, വില, ഉൽപാദനം, ചെലവ്, ആശയങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. The SCP seems to organize thinking on the proper performance goal for the society and the structure and conduct characteristics necessary to accomplish these socio-economic goals. Then pioneering work in this area has been done by E.S. Mason and Joyce Bain. അതായത് SCP സമൂഹത്തിന്റെ ശരിയായ പ്രകടന ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയെ സംഘടിപ്പിക്കുന്നതിനായിട്ടുള്ളതായിരുന്നു. അതായത് ഈ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ ഘടനയും പെരുമാറ്റ സവിശേഷതകളും വേണം. ഈ മേഖലയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്, പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളതുമായ E.S. മേസൺ, ജോയസ് ബെയിൻ, ഇവരെല്ലാം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളവരാണ്. Next, policy implications of the paradigm are of great significance. If, for instance, the government declares that the distribution of income and wealth in society should be equitable, excess or supernormal profits that occur to a monopolist will not be treated favorably. അതായത് ഉദാഹരണത്തിന് സമൂഹത്തിൽ വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിതരണം തുല്യമായിരിക്കണമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരു മൊണോപ്പൊളിക്ക് സംഭവിക്കുന്ന അധിക ലാഭം, അതിനാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അത് അനുകൂലമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. അതായത് ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇക്കണോമിക് പവർ ഇൻ പ്രൈവറ്റ് ഹാൻഡ്സ് ഈസ് considered to be injurious to the interest of society, explicit or implicit, overt to covert, oligopolistic coordination or collusion may be regarded as undesirable. അതായത് സ്വകാര്യ കൈകളിൽ സമ്പത്തും സാമ്പത്തിക ശക്തിയും കേന്ദ്രീകരിക്കുന്നത് സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണെന്ന് കരുതുകയാണെങ്കിൽ അത് പ്രത്യക്ഷമാവാം, പരോക്ഷമാവാം, രഹസ്യമാവാം. അതായത് ഒളിഗോപോളിസ്റ്റിക് ഏകോപനമോ അല്ലെങ്കിൽ ഒത്തുകളിയോ അനബലിഷനുമായോ അൺഡിസൈറബിൾ ആയിട്ട് ഇതിനെ കണക്കാക്കാമെന്നാണ് പറയുന്നത്. എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി പെർസീവ്ഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി ആസ് ഓൾസോ ദെയർ റിലേഷൻഷിപ്പ് ടു ദി സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആസ് വെൽ ആസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഫേം മേ ഇംപ്ലൈ റിസൾട്ട്സ് ദാറ്റ് ആർ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു സൊസൈറ്റീസ് ഗോൾസ്. അതായത് സമൂഹത്തിന്റെ മനസ്സിലാക്കിയ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഘടനാപരമായ സവിശേഷതകളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചും ഫേമിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വ്യക്തമായ ധാരണ
അതായത് സമൂഹത്തിന്റെ ലക്ഷ്യങ്ങൾക്ക്, സൊസൈറ്റിയുടെ ഗോളിന് തികച്ചും വിരുദ്ധമായ ഫലങ്ങളെ ചിലപ്പോൾ സൂചിപ്പിക്കാമെന്നുള്ളതാണ്. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഘടനാപരമായിട്ടും ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പോൾ ഫേമിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അത് സൊസൈറ്റിയുടെ ഗോളിന് തികച്ചും വിരുദ്ധമായ ഫലമാണ് ഉണ്ടാവുക. എപ്പോഴും ഒരു ഗോൾ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, അല്ലാതെ സൊസൈറ്റീസ് വെൽഫെയർ ഒപ്റ്റിമൈസേഷൻ അല്ല. Then the SCPP presupposes the existence of a causal relationship from first one structure to conduct and from conduct to performance. ഇവിടെ പറയുന്നത് ഘടന, പെരുമാറ്റം, പ്രകടനം എന്നിവയ്ക്ക് ഓരോന്നിനും വിവിധ സവിശേഷതകളുണ്ട്. അതിനാൽ കാരണത്തിന്റെ ഒരു ശൃംഖല വ്യക്തമായിട്ട് ഒരേ ദിശയിൽ അല്ല എന്നുള്ളതാണ്. The SCP presupposes the existence of a causal relationship. However, structure, conduct, and performance each possesses various attributes so that the chain of causation is not clearly in the same direction. Here we discuss one major facet of the paradigm that bears real significance is the relationship, if any, between concentration and profits. ഇവിടെ പറയുന്നത് യഥാർത്ഥ പ്രാധാന്യം വഹിക്കുന്ന ഒരു മോഡൽ, അതായത് പരാഡികം, ഒരു മാതൃകയുടെ ഒരു പ്രധാന മുഖം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏകാഗ്രതയും ലാഭവും. ഏകാഗ്രത മീൻസ് കോൺസെൻട്രേഷൻ, ലാഭം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ്. ഏകാഗ്രതയും ലാഭവും തമ്മിലുള്ള ബന്ധമാണ്. In industries in which a few dominant firms account for a major portion of total output are often said to be concentrated. അതായത് മൊത്തം ഉൽപാദനത്തിന്റെ ഒരു പ്രധാന ഭാഗം ചില പ്രബല ഫേംസ് വഹിക്കുന്ന വ്യവസായങ്ങളിൽ പലപ്പോഴും കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് കേന്ദ്രീകൃത വ്യവസായങ്ങളുടെ നടത്തിപ്പ് ഒരു കുത്തകയുടെ പെരുമാറ്റവുമായി അടുത്ത സാമ്യം പുലർത്തുന്നുണ്ടെങ്കിൽ അത്തരം വ്യവസായങ്ങൾക്ക് അധിക അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലാഭം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇഫ് ദ കണ്ടക്ട് ഓഫ് കോൺസെൻട്രേറ്റഡ് ഇൻഡസ്ട്രീസ് resembles closely that a monopolist, such industries would be expected to earn excess or supernormal profits. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ഇൻഡസ്ട്രീസ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് കേന്ദ്രീകൃത വ്യവസായങ്ങളുടെ നടത്തിപ്പുമായിട്ട് ഒരു കുത്തക അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി പവറുമായിട്ട് സാമ്യം പുലർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അധികമായിട്ടുള്ള സൂപ്പർനോർമൽ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. Thus monopoly profits are likely to be reduced if not completely eroded by structural changes. This view gets ample support from both the proponents and opponents of monopoly, but this view has to be evaluated critically. However, it is essential to have a close look at the following two dimensions of concentration. അതിനാൽ ഘടനാപരമായ മാറ്റങ്ങൾ, അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ് മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതുമൂലം മൊണോപ്പൊളി പ്രോഫിറ്റ് പൂർണ്ണമായും ക്ഷയിച്ചില്ലെങ്കിലും അത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു വീക്ഷണത്തിന് മൊണോപ്പൊളിയുടെ പ്രയോക്താക്കളിൽ നിന്നും അല്ലെങ്കിൽ എതിരാളികളിൽ നിന്നും ധാരാളം പിന്തുണ ലഭിക്കുന്നുണ്ട്. അതായത് വീക്ഷണം വിമർശാത്മകമായി വിലയിരുത്തേണ്ടതുണ്ടെന്നർത്ഥം. എന്നിരുന്നാലും നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേഷന്റെ ഇനി പറയുന്ന രണ്ട് തലങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതായത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ദ ഫോളോയിങ് ടു ഡയമെൻഷൻസ് ഓഫ് concentration. Next we discuss the two dimensions. First one is aggregate concentration. Aggregate concentration refers to the degree of control over economic activity exercised by the largest firm in the economy. അതായത് മൊത്തത്തിലുള്ള ഒരു ഏകാഗ്രതയാണ് ഉദ്ദേശിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ പ്രയോഗിക്കുന്ന സാമ്പത്തിക പ്രവർത്തനത്തിന്റെ മേലുള്ള നിയന്ത്രണത്തിന്റെ അളവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. Then this definition implies at least two things. First one, increasing control of the economy by large firms, and B, corresponding reduction in the role of the individual entrepreneur. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വലിയ സ്ഥാപനങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കുകയും സെക്കൻഡ് വൺ, വ്യക്തിഗത സംരംഭകന്റെ പങ്ക് തത്തുല്യമായിട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. Next, aggregate concentration is likely to affect pricing decisions in two ways. First one, prima facie, to the extent that there is a harmony of interest among few large firms, none of them will seek any price change that is likely to be injurious to others.
അതായത് മൊത്തത്തിലുള്ള അഗ്രഗേറ്റ് കോൺസെൻട്രേഷന്റെ വില തീരുമാനങ്ങളെ രണ്ട് വിധത്തിലാണ് ബാധിക്കുക. ഫസ്റ്റ് വൺ, പ്രഥമ ദൃഷ്ട്യ ഏതാനും വലിയ സ്ഥാപനങ്ങൾക്കിടയിൽ താല്പര്യങ്ങളുടെ ഐക്യമുള്ളിടത്തോളം അവയൊന്നും മറ്റുള്ളവർക്ക് ഹാനികരമായേക്കുന്ന ഒരു വില മാറ്റവും തേടില്ല എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ചേഞ്ചസ് ഇൻ അഗ്രഗേറ്റ് കോൺസെൻട്രേഷൻ may lead to changes in market concentration that affect the firm's pricing decisions. രണ്ടാമതായിട്ട് പറയുന്ന അഗ്രഗേറ്റ് കോൺസെൻട്രേഷനിലെ മാറ്റങ്ങൾ സ്ഥാപനത്തിന്റെ വില തീരുമാനത്തെ ബാധിക്കുന്ന വിപണി, അതായത് അഗ്രഗേറ്റ് കോൺസെൻട്രേഷൻ may lead to changes in market concentration, ഏകാഗ്രതയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇതുവരെ നടത്തിയ ഒരു അനുഭവപരമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെല്ലാം ഒരു ഡിഫറൻഷ്യൽ ഉൽപ്പന്നം വിൽക്കുന്ന ഏതൊരു സ്ഥാപനത്തിനും അതിന്റെ വലുപ്പം പരിഗണിക്കാതെ തന്നെ മൊണോപ്പൊളി പവറിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് വിപണിയിലെ വില വിവേചനാധികാരത്തിന്റെ അളവ് കേവല വലുപ്പത്തെ ആശ്രയിച്ചല്ല, മറിച്ച് എതിരാളികളുടെ എണ്ണത്തെയും അവർക്കിടയിലെ പ്രതികരണങ്ങളുടെ അനുമാന പാറ്റേണിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. And the second one, market concentration. Market concentration refers to the degree of concentration within an industry rather than in the aggregate economic system. അതായത് മാർക്കറ്റ് കോൺസെൻട്രേഷൻ എന്നത് മൊത്തം സാമ്പത്തിക വ്യവസ്ഥയേക്കാൾ ഒരു വ്യവസായത്തിനുള്ളിലുള്ള ഏകാഗ്രതയുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. It provides a summary measure of the degree of monopoly power in an industry and in the sense enables to measure the degree of imperfection in a market. It is well known that in most markets we have situations which lie between the two extremes of perfect competition and monopoly. അതായത് ഒരു വ്യവസായത്തിലെ മൊണോപ്പൊളി ശക്തിയുടെ അളവിനെ സംഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ ഒരു വിപണിയിലെ അപൂർണത അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്നെസ് അളക്കാൻ ഇത് പ്രാപ്തമാക്കുന്നുണ്ട്. മിക്ക വിപണികളിലും ഒരു തികഞ്ഞ മത്സരം, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും രണ്ട് അങ്ങേയറ്റങ്ങൾ തമ്മിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതൊരു മാർക്കറ്റ് ആയിക്കോട്ടെ അതിൽ എന്തായാലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും, മൊണോപ്പൊളി പവർ ഉണ്ടാവും. അതായത് ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് ഇൻ മോസ്റ്റ് മാർക്കറ്റ്സ് വി ഹാവ് സിറ്റുവേഷൻസ് which lie between the two extremes of perfect competition and monopoly. In perfect competition, an individual firm cannot affect the market pricing by unilateral action. Thus, the degree of price discretion available to a firm is zero. But a monopolist, on the other hand, possesses complete control on the pricing decision. But in the in-between cases, how to measure the degree of imperfection of the market, that is the degree of price discretion available to firm. അതായത് നമുക്കറിയാം, മിക്ക വിപണികളിലും ഒരു തികഞ്ഞ മത്സരത്തിന്റെയും അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും മൊണോപ്പൊളിയുടെയും രണ്ട് സാഹചര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു വ്യക്തിഗത സ്ഥാപനത്തിന് ഏകപക്ഷീയമായ നടപടിയിലൂടെ വിപണി വിലയെ ബാധിക്കാൻ സാധിക്കില്ല. അതിനാൽ ഒരു ഫേമിന് ലഭ്യമായ വില വിവേചനാധികാരത്തിന്റെ അളവ് അവിടെ 0ആണ്. മറുവശത്താണെങ്കിൽ മൊണോപ്പൊളിയിലെ വില നിർണയത്തിൽ പൂർണ്ണ നിയന്ത്രണമുണ്ട്. എന്നാൽ അതിനിടയിലുള്ള സന്ദർഭങ്ങളിൽ വിപണിയുടെ ഇൻകംപ്ലീറ്റ്നെസ് അളക്കാൻ ആ ഒരു അളവ്, അതായത് ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ലഭ്യമായ വില വിവേചനാധികാരത്തിന്റെ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിപ്ഷന്റെ അളവ് എങ്ങനെ അളക്കും എന്നുള്ളത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ വന്നിട്ടുള്ളത്. മാർക്കറ്റ് കോൺസെൻട്രേഷൻ പ്രൊവൈഡ്സ് ആൻ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. One type of measure of market concentration is obtained by calculating the percentage of the industry size accounted for by the largest few firms. അതായത് മാർക്കറ്റ് കോൺസെൻട്രേഷൻ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. ഏറ്റവും വലിയ കുറച്ച് ഫേംസ് കണക്കാക്കുന്ന ഇൻഡസ്ട്രീസിന്റെ വലുപ്പത്തിൽ ശതമാനം കണക്കാക്കിയാണ് വിപണിയുടെ സാന്ദ്രത ഒരു തരം അളവ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. In general, the size of a firm may be measured by the volume of its output or sales, the number of people employed in the firm, its share capital, its assets, etc. അതായത് പൊതുവെ ഒരു ഫേമിന്റെ ഉൽപാദനം അല്ലെങ്കിൽ ആ വിൽപ്പനയുടെ അളവ്, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അതിന്റെ ഓഹരി മൂലധനം, അതിന്റെ ആസ്തികൾ മുതലായവ ഉപയോഗിച്ച് നമുക്ക് അളക്കാവുന്നതാണ്. അതായത് മാർക്കറ്റ് കോൺസെൻട്രേഷൻ അളക്കാവുന്നതാണ്. However, this type of measure of market concentration suffers from the dictate that it only provides a rough and ready measure of the degree of monopoly power. അതായത് എന്നിരുന്നാലും നമുക്കറിയാം, മാർക്കറ്റ് കോൺസെൻട്രേഷന്റെ ഇത്തരത്തിലുള്ള ഈ അളവ് കുത്തക ശക്തികളുടെ മൊണോപ്പൊളി പവറിന്റെ അളവിന്റെ ഒരു റഫ് ആയിട്ടുള്ള അളവ് മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ മെയിൻ ഡ്രോബാക്കും. How one to decide exactly how many large firms are to be considered? 5.
10, 20 or some other number. അതായത് 5, 10, 20 അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്പർ എത്ര വലിയ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഫേമിനെ പരിഗണിക്കണം എന്നുള്ളത് കൃത്യമായി തീരുമാനിക്കൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് 5 ആളുകൾ മതിയോ, അല്ലെങ്കിൽ 10 പേഴ്സൺസ് മതിയോ, അല്ലെങ്കിൽ 20 പേഴ്സൺസ് മതിയോ, ഒരു ഫേം ലാർജ് ആണെന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം നമ്മൾ നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. സിൻസ് ഓൾ ദ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി ആർ നോട്ട് കൺസിഡർഡ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഹൗ ദ ഇംപെർഫെക്ഷൻ ഓഫ് മാർക്കറ്റ് ഈസ് സ്പ്രെഡ് ഓവർ ദ എൻറ്റയർ ഇൻഡസ്ട്രി. അതായത് ഇൻഡസ്ട്രിയുടെ എല്ലാ ഫേംസും പരിഗണിക്കപ്പെടാത്തതിനാൽ ഒരു വിപണിയുടെ അപൂർണത മുഴുവൻ വ്യവസായത്തിലും എങ്ങനെ വ്യാപിക്കുന്നു എന്നതിൻ്റെ ഒരു പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. The other type of measure of market concentration is known as a summary measure. The two most commonly used summary measures of concentration are the Gini coefficient and Herfindahl concentration index. അതായത് മാർക്കറ്റ് കോൺസെൻട്രേഷൻ, വിപണി സാന്ദ്രതയുടെ മറ്റൊരു തരം അളവ് ഒരു സംഖ്യ അളവായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ ഏറ്റവും സാധാരണ ഉപയോഗിക്കുന്ന 2 അളവുകളാണ് ഇവിടെ ഗിനി കോഫിഷ്യൻ്റ് എന്ന് പറയുന്നതും ഹെർഫിൻഡാൽ കോൺസെൻട്രേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 അളവിൻ്റെ ബേസിലാണ് നമ്മൾ കോമൺ ആയിട്ട് സമ്മറി മെഷേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. In this table gives an illustrative data on monthly sales of firms in an industry. ഇവിടെ ഒരു ഇൻഡസ്ട്രിയിലെ ഫേംസിൻ്റെ മന്ത്ലി സെയിൽസിനെ കുറിച്ചുള്ള ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. കോളം 1 എന്ന് പറയുന്നത് സെയിൽസ് ഇൻ റുപ്പീസ് ആണ്. കോളം 2 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ഫേംസ് ആണ്. കോളം 3 പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആണ്. കോളം 4 ഡിനോട്ട്സ് cumulative percentage of sales and the column 5 cumulative percentage of firms. അതായത് കോളം 1ൽ ഫേംസിൻ്റെ സെയിൽസ് ആണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് സൈസ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. ദാറ്റ് ഈസ് കോളം 1 ഓഫ് ടേബിൾ 1 ഗീവ്സ് ദ ഡിഫറെൻറ്റ് സൈസ് ഓഫ് ക്ലാസ് ഓഫ് ഫേംസ്. കോളം 2 and 3 എന്ന് പറയുന്നത് gives the percentage of the number of firms in the different size classes and the percentage of their sales in total sales figures in the industry. അതായത് കോളം 2, 3 വ്യത്യസ്ത വലുപ്പത്തിലുള്ള ക്ലാസ്സുകൾ ഫേംസിൻ്റെ എണ്ണം ഇൻ പേഴ്സൻറ്റേജിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വ്യവസായത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയുടെ ടോട്ടൽ സെയിൽസ് ഇൻ പേഴ്സൻറ്റേജിലും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫേംസ് ഹൂ സെയിൽസ് വാരിഡ് ബിറ്റ്വീൻ 0 and 5,000 rupees constituted 5% of the total sales of the firm, etc. Then column 4 and 5 gives the cumulative percentage of the sales and firms respectively. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും 2, 3 കോളങ്ങളിലെ വ്യത്യസ്ത വലുപ്പ ക്ലാസ്സുകളെ കുറിച്ചാണ്. അവിടെ ഫേംസിൻ്റെ എണ്ണം എങ്ങനെയാണ് അതൊക്കെയാണ് പേഴ്സൻറ്റേജിൽ കൊടുത്തിരിക്കുന്നത്. At the 2 extreme cases, 0% of firms make 0% of the total sales. ഇവിടെ പറയുന്നത് 0% സെയിൽസ് ആണെങ്കിൽ, അതായത് 2 അങ്ങേയറ്റത്ത് 0% സ്ഥാപനങ്ങൾ മൊത്തം വിൽപ്പന 0% തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് 100% ഫേംസ് മൊത്തം ഔട്ട്പുട്ട് അവർക്ക് കിട്ടുന്നത് 100% തന്നെ സെയിൽസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അത് 2 extremes, 0% of firms make 0% of the total sales and the 100% of the firms sell 100% of the total output. Then Lorentz curve. If the cumulative percentage of sales is plotted against the cumulative percentage of firms, we get a curve. This is called the Lorentz curve. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് cumulative percentage of സെയിൽസും cumulative percentage of ഫേംസും ആണ്. അപ്പോൾ the straight line OO is called the egalitarian line. അതായത് ഈ ഒരു ലോറൻസ് കർവിൽ OO എന്ന് പറയുന്നതാണ് ലൈൻ ഓഫ് ഇഗാലിറ്റേറിയൻ ഓർ ഇക്വാലിറ്റി ലൈൻ എന്ന് പറയുന്നത്. ഈ പാതയിൽ വ്യവസായങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഫേംസിനിടയിൽ വ്യവസായത്തിൻ്റെ മൊത്തം വിൽപ്പന വിതരണ തികച്ചും തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ദ ലൈൻ ഓഫ് ഇക്വാലിറ്റി. ഏറ്റവും ചെറിയ 10% സ്ഥാപനങ്ങൾ മൊത്തം വിൽപ്പനയുടെ കൃത്യം 10% വരും. അതായത് മൊത്തം വിൽപ്പനയുടെ 50%ത്തിന് ഏറ്റവും ചെറിയത് 50%. അങ്ങനെയാണ് ഒരു ലൈൻ ഓഫ് ഇക്വാലിറ്റിയെ പറയുന്നത്. ദ സ്മാളസ്റ്റ് 10% ഓഫ് ഫേംസ് വുഡ് അക്കൗണ്ട് ഫോർ എക്സാക്ട്ലി 10% ഓഫ് ദി ടോട്ടൽ സെയിൽസ്. The smallest 50% for 50% of the total sales, etc. The divergence of the Lorentz curve from the egalitarian line shows what the actual distribution is unequal. ഇവിടെ ലോറൻസ് കർവിൻ്റെ വ്യത്യാസം യഥാർത്ഥ വിതരണം തുല്യമല്ല
തുല്യമല്ലെന്നാണ് കാണിക്കുന്നത്. അതായത് ഏറ്റവും ചെറിയ 10% സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഫേംസ് മൊത്തം വിൽപ്പനയുടെ 5% മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിലും ഫേംസിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ 5% 30%. അങ്ങനെ ലോറൻസ് കർവ് ലൈൻ ഓഫ് ഇനീക്വാലിറ്റിയിൽ നിന്ന് കൂടുതൽ അകലെയാണെങ്കിൽ ദ മോർ അൺഈക്വൽ ഈസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെയിൽസ് among firms, ദാറ്റ് ഈസ് ഹയർ ഈസ് ദി ഡിഗ്രി ഓഫ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ. അതായത് the more the Lorentz curve bows away from the egalitarian line, the more unequal is the distribution of sales among firms. That is, the higher is the degree of market concentration. ഈ ഒരു ഫിഗറിൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഫേംസ് മെഷർ ചെയ്യുന്നത് എക്സ് ആക്സിസിലും ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ഓൺ വൈ ആക്സിസിലുമാണ്. ദ ഏരിയ ODEF GHO called the area of concentration is taken as the measure of the divergence of Lorentz curve from the egalitarian line, that is the degree of market concentration. ഇവിടെ മാർക്കറ്റ് കോൺസെൻട്രേഷൻ്റെ ഒരു ഏരിയ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമാണ് ODEF, ദാറ്റ് ഈസ് GHO എന്ന പ്രദേശം. അതായത് സമത്വരേഖയിൽ നിന്ന് മാർക്കറ്റ് കോൺസെൻട്രേഷൻ്റെ അളവിൽ നിന്ന് ലോറൻസ് കർവിൻ്റെ വ്യതിയാനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് മെത്തേഡായിട്ട് ഇത് എടുക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് കോൺസെൻട്രേഷനും ഗിനി കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ ആൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദി ഇഗാലിറ്റേറിയൻ ആൻഡ് ടാക്സസ് എന്നുള്ളതാണ്. അതായത് ഗിനി കോഫിഷ്യൻ്റ് എടുക്കാനുള്ള കാരണം പകരം കോൺസെൻട്രേഷൻ്റെ മേഖലയുടെ ആത്യന്തിക അളവായിട്ട് 15 നമ്മൾ എടുക്കുന്നത്. ഇവിടെ ലോറൻസ് കർവിൻ്റെ ആ ഒരു വളവ് സമത്വരേഖയിൽ നിന്ന് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഇനീക്വാലിറ്റി ഫേംസ് തമ്മിലുള്ള വിൽപ്പനയുടെ വിതരണം, അതായത് കോൺസെൻട്രേഷൻ്റെ ആ ഒരു ഏരിയ, പിന്നെ GHOയുടെ അളവ് ഇവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ സമത്വരേഖയിൽ നിന്ന് ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ നിന്ന് ലോറൻസിൻ്റെ കർവിൻ്റെ ആ ഒരു വ്യത്യാസത്തിൻ്റെ അളവായിട്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഗിനി കോഫിഷ്യൻ്റ് മെഷർ ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് ഇവിടെ ഒരു ചെറിയ സ്കെയിലുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബോക്സിൻ്റെ 2 വശങ്ങളും ചെറുതാകുകയാണ്. അതായത് കോൺസെൻട്രേഷൻ്റെ വിസ്തീർണം ചെറുതാകുന്നു. എളുപ്പത്തിൽ പരിശോധിക്കാൻ നമുക്ക് ഒരു ഗിനി കോഫിഷ്യന്റിന്റെ ഒരു മെഷർമെന്റ് എടുക്കാം. ഇവിടെ ഗിനി കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലാണ്. ഈ ഒരു ഗുണനം 0-നടുത്തുള്ള ഒരു വ്യവസായത്തിന്റെ വിപണി കോൺസെൻട്രേഷൻ തുച്ഛമായ ഒരു അളവുണ്ട്. അതായത് the Gini coefficient varies between 0 and 1 ആണ്. In an industry where this coefficient is close to 0, there is a negligible degree of market concentration. അവിടെ ഏകാഗ്രതയുടെ അളവ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് കോൺസെൻട്രേഷൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. where it is close to unity, the degree of concentration is very high. അതായത് 0ക്ക് അടുക്കുമ്പോൾ ഈ ഒരു ഗിനി കോഫിഷ്യന്റ് 0ൽ നിന്നാണ് എങ്കിൽ there is a negligible degree of market concentration. അവിടെ മാർക്കറ്റ് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. പക്ഷേ 0ൽ നിന്നും 1ലോട്ടാണ് വരുന്നതെങ്കിൽ അവിടെ മാർക്കറ്റ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. The Herfindahl index, where H is the Herfindahl index. H is equal to sigma I is equal to 1 up to n into xi divided by x whole square, where xi is the size of the ith firm. അതായത് xi എന്ന് പറയുന്നത് ith ഫേമിന്റെ വലുപ്പമാണ്. x is the size of the total industry. x എന്ന് പറയുമ്പോൾ മൊത്തം വ്യവസായത്തിന്റെ വലുപ്പമാണ്. ഒബിവിയസ്ലി h would vary between 0 and 1. തീർച്ചയായും h എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. In a perfectly competitive industry, the number of firms, n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫേംസ് ആണ്, നമ്പറാണ്, is very large, but each firm is of insignificant size compared to the industry as a whole. That xi divided by x is very small, that is close to 0 for each hi. അതായത് സ്ക്വയർഡ് വാല്യൂസ് എന്ന് പറയുന്നത് 0-നടുത്താണ്. മറ്റേ അറ്റത്ത് മൊണോപ്പൊളിയുടെ കാര്യത്തിൽ വ്യവസായത്തിലൊരു സ്ഥാപനം മാത്രമുള്ളതിനാൽ n is equal to 1 ആണ്. ഇവിടെ ഫേം എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് n എന്ന് പറയുന്നത് 1 ആണ്. xi is equal to x ആണ്. അങ്ങനെ h എന്ന് പറയുന്നത് അപ്പോൾ 1 ആയിരിക്കും. പൊതുവെ ഒരു വ്യവസായത്തിലെ ഏകാഗ്രതയുടെ അളവ് വലുതാണ്, അത് 1-നോട് അടുത്തായിരിക്കും എന്നാണ് ഹെർഫിൻഡാൽ ഇൻഡെക്സിന്റെ വാല്യൂ സൂചിപ്പിക്കുന്നത്.
Thus, the squared values are also close to 0. At the other extreme, in the case of monopoly, since there is only one firm in the industry, n is equal to 1 and x is equal to x. Thus, h would be 1. In general, the greater is the degree of concentration in an industry, the closer to 1 would be the value of the Herfindahl index. അതായത് പൊതുവെ എച്ച് എന്ന് പറയുന്നത് 1 ആണ്. അത് ഹെർഫിൻഡാൽ ഇൻഡെക്സിന്റെ വാല്യൂ ആണ്. എപ്പോഴും ഹെർഫിൻഡാൽ ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1, ക്ലോസർ ടു 1. The summary measures of the market concentration give reliable indications of the degree of concentration in a particular industry. They are watched closely by the appropriate authorities. However, these indices must be interpreted with care. അതായത് മാർക്കറ്റ് കോൺസെൻട്രേഷന്റെ സംഗ്രഹ നടപടികൾ ഒരു പ്രത്യേക വ്യവസായത്തിലെ ഏകാഗ്രതയുടെ അളവിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് നമുക്ക് പറയാൻ പറ്റും ഉചിതമായ അധികാരികൾ അവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. They are watched closely by the appropriate authorities. ഈ സൂചികകളെ ശ്രദ്ധയോടെ വേണം വ്യാഖ്യാനിക്കാൻ. ഉദാഹരണത്തിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ വ്യാവസായിക വളർച്ചയുടെ പരിഗണന എന്ന് പറയുന്നത് ഏകാഗ്രത എന്ന പ്രതിഭാസവുമായി ഇടകലർന്നേക്കാം എന്നാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, concentration of industrial growth may get mixed up with the phenomenon of concentration. Next, monopoly power. The monopolist is the only seller in the market of his product. അതായത് മൊണോപ്പൊളി പവർ എന്ന് പറയുമ്പോൾ കുത്തക ശക്തിയാണ്. മൊണോപ്പൊളി തന്റെ ഉൽപ്പന്നത്തിന്റെ വിപണിയിലെ ഏക വിൽപ്പനക്കാരനാണ്. ആസ് ദ ഓൺലി സെല്ലർ, he possesses a monopolistic dominance or monopoly power in the market. ഒരേ ഒരു വിൽപ്പനക്കാരൻ എന്ന നിലയിൽ വിപണിയിലെ കുത്തക ആധിപത്യമോ കുത്തക അധികാരമോ അദ്ദേഹത്തിനുള്ളതാണ്, അദ്ദേഹത്തിന്റെ മാത്രമാണ്. But the degree of monopoly power is not the same in the case of all monopolies. Generally speaking, the less elastic is the demand for a monopolist product, the more would be his degree of monopoly power and vice versa. അതായത് എല്ലാ കുത്തകകളുടെയും കാര്യത്തിൽ മൊണോപ്പൊളി പവറിന്റെ അളവ് ഒരുപോലെയല്ല. പൊതുവെ പറയുകയാണെങ്കിൽ ഒരു കുത്തകയുടെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി കുറവാണ്. അതായത് ഈ കുത്തക അധികാരത്തിന്റെ അളവ് കുത്തക ഉൽപ്പന്നത്തിന്റെ ആവശ്യകതയുടെ വില ഇലാസ്റ്റിസിറ്റിയുടെ സംഖ്യാഗുണിതത്തെ, അതായത് ഇയെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. ദിസ് ഈസ് ദി ഡിഗ്രി ഓഫ് മൊണോപ്പൊളി പവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ന്യൂമറിക്കൽ കോഫിഷ്യന്റ് ഇ ഓഫ് ദി പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ ദ മോണോപ്പൊളിസ്റ്റ് പ്രോഡക്റ്റ്. എ ഹയർ ഡിഗ്രി ഓഫ് മൊണോപ്പൊളി പവർ വുഡ് ബി ഒബ്റ്റെയിൻഡ് അറ്റ് എ സ്മാളർ വാല്യൂ ഇ and a lower degree of monopoly power at a larger value E. അതായത് a higher degree of monopoly power would be obtained at a smaller value of E. monopoly പവറിന് higher degree of elasticity ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്മോളർ വാല്യൂ ആയിരിക്കും. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും. നേരെ മറിച്ചാണെങ്കിൽ ഹയർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. This idea is supported by the formula given by Professor A. Lerner in 1903 to 1982. for measuring the degree of monopoly power. അതായത് കുത്തക മൊണോപ്പൊളി പവറിന്റെ അളവ് കണക്കാക്കുന്നതിന് പ്രൊഫസർ പി ലേണർ 1903 to 1982 നൽകിയ ഒരു ഫോർമുലയാണ് ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നത്. According to Professor Lerner, degree of monopoly power in perfect competition is 0. പ്രൊഫസർ ലേണറിന്റെ അഭിപ്രായത്തിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ മൊണോപ്പൊളി പവറിന്റെ അളവ് 0 ആണ്. നമുക്കറിയാം ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ലാർജ് ആൻഡ് ഹോമോജീനിയസ് മാർക്കറ്റ് ആണ്. ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അവിടെ വിപണിയിൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അതായത് ഒരു മത്സരത്തിന്റെ സന്തുലിതാവസ്ഥയിൽ, അതായത് അറ്റ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് എ കോമ്പറ്റേറ്റീവ് ഫേം, ഒരു കോമ്പറ്റേറ്റീവ് ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഓർ പ്രൈസ് മൈനസ് MC ഈസ് ഈക്വൽ ടു 0. ഓൺ ദി അതർ ഹാൻഡ്, അറ്റ് ദി ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് ദി മൊണോപോളിസ്റ്റിക് ഫേം, ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് എ മൊണോപോളിസ്റ്റിക് ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടണമെങ്കിൽ അവിടെ P is equal to average revenue is greater than marginal revenue is equal to marginal cost ആയിരിക്കും. അല്ലെങ്കിൽ price is greater than marginal cost or price minus marginal cost is equal to positive ആയിരിക്കും. Professor Lerner thinks that larger the positive value of P minus MC as the proportion of P, the larger would be the degree of monopoly power. അതായത് ലേണറിന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഈ ഒരു P മൈനസ് MC, പ്രൈസ് മൈനസ് മാർജിനൽ കോസ്റ്റിന്റെ വാല്യൂ
പോസിറ്റീവ് വാല്യൂ ആണ്, അത് വളരെ കൂടുതലും ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ദി ലാർജർ വുഡ് ബി ദി ഡിഗ്രി ഓഫ് മോണോപ്പൊളി പവർ. മോണോപ്പൊളി പവർ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. Therefore, his formula for the degree of monopoly power is Lerner's index of monopoly power is equal to P minus MC divided by P. ഇവിടെ Lerner's index of monopoly power എന്ന് പറയുന്നത് പ്രൈസ് മൈനസ് മാർജിനൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൈസ് ആണ്. So, it is obvious from the formula 1.1 as denoted by the Lerner's index of monopoly power that under perfect competition the value of this index is 0. That is, price minus marginal cost is equal to 0. And in the case of monopoly, this index would be positive. Monopoly case layer index positive ആവണമെങ്കിൽ price is greater than marginal cost ആയിരിക്കണം. Now the relation between the Lerner's index and the price elastic demand for the product is based on the next slide. ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ലേണറിന്റെ സൂചികയും ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് വില ഇലാസ്തികയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ലേണേഴ്സ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു പ്രൈസ് മൈനസ് മാർജിനൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഈക്വൽ ടു പ്രൈസ് മൈനസ് മാർജിനൽ റവന്യൂ ഡിവൈഡഡ് ബൈ പ്രൈസ്. Therefore, marginal revenue is equal to marginal cost. This is in equilibrium point. Again equal to price minus price into 1 minus 1 by E divided by P. That equal to MR. Marginal revenue is equal to price into 1 minus 1 by E. Here price P into 1 minus 1 plus 1 by E divided by P is equal to 1 by E. This is the Lerner's index formula. And the next, sources of monopoly power. Monopoly power of a firm is its ability to set the price of its product above the marginal cost. In equilibrium, MC, marginal cost divided by price, is equal to 1 by E. അതായത് ഒരു ഫേമിൻ്റെ മോണോപ്പൊളി പവർ അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില മാർജിനൽ ചെലവിന് മുകളിൽ ക്രമീകരിക്കാനുള്ള കഴിവാണ്. അതായത് ഒരു സന്തുലിതാവസ്ഥ, ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് ഇവിടെ കണക്കാക്കുന്നത് MC divided by price, that is equal to 1 by E. This shows that the smaller the price elasticity of demand for the product, there would be the monopoly power of the firm. The main source of monopoly power, therefore, is the elasticity of demand for the product concerned. അതായത് ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകതയുടെ ചെറിയ വില, അതാണ് ഇലാസ്റ്റികത, സ്ഥാപനത്തിൻ്റെ മൊണോപ്പൊളി പവർ ആയിരിക്കുമെന്നാണ് ഇത് കാണിക്കുന്നത്. അതിനാൽ മൊണോപ്പൊളി പവറിൻ്റെ പ്രധാന ഉറവിടം ബന്ധപ്പെട്ട ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകതയുടെ ഇലാസ്റ്റികതയാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകത ഇലാസ്റ്റികത നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലൂടെയാണ്, 3 ഘടകങ്ങളാണുള്ളത്. Now, the elasticity of demand for a firm's product is determined by 3 factors. These are, first one, elasticity of market demand, and the second one, the number of firms in the market, and the nature of interaction among the firms in third. അതായത് ഇലാസ്റ്റികത നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ്. ഇവയിൽ ഒന്ന് വിപണി ആവശ്യകതയുടെ ഇലാസ്റ്റികതയാണ്. സെക്കൻഡ് വൺ, വിപണിയിലെ ഫേംസിൻ്റെ എണ്ണം, അതായത് നമ്പർ ഓഫ് ഫേംസ് ഇൻ ദ മാർക്കറ്റിൽ എത്രത്തോളം ഫേംസ് ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ നമ്പർ. ആൻഡ് തേർഡ് പോയിന്റ്, ഫേംസുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു സ്വഭാവം, അതായത് നാച്ചർ ഓഫ് ഇൻട്രാക്ഷൻ അമോങ് ദ ഫേംസ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്, അവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളതാണ് തേർഡ് ഫാക്ടറായിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ദി ഇലാസ്റ്റിസിറ്റി ഓഫ് മാർക്കറ്റ് ഡിമാൻഡ്. ഇൻ ദ കേസ് ഓഫ് പ്യുവർ മോണോപ്പൊളി, there is only one firm that produces the product. Here, there is no difference between the elasticity of the firm's demand and the elasticity of market demand. ഇവിടെ മൊണോപ്പൊളിയുടെ കാര്യത്തിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു ഫേം മാത്രമേ ഉള്ളൂ. ഇവിടെ ഫേമിൻ്റെ ആവശ്യകതയുടെ ഇലാസ്റ്റികതയും വിപണി ആവശ്യകതയുടെ ഇലാസ്റ്റികതയും തമ്മിൽ ഇവിടെ വ്യത്യാസമില്ല. There is no difference between elasticity of firm demand and the elasticity of market demand. Therefore, in this case, the firm's degree of monopoly power is determined directly by the elasticity of market demand for his product. However, pure monopoly is rare in the real world. അതായത് ഈ സാഹചര്യത്തിൽ ഒരു ഫേമിൻ്റെ മൊണോപ്പൊളി പവറിൻ്റെ അളവ് അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വിപണി ആവശ്യകതയുടെ ഇലാസ്റ്റികതയാണ് നേരിട്ട് നിർണ്ണയിക്കുന്നത്. എന്നിരുന്നാലും ഒരു പ്യുവർ മൊണോപ്പൊളി എന്ന് പറയുന്നത് യഥാർത്ഥ ലോകത്ത് അപൂർവമാണ്. ബിക്കോസ് വാരിയിങ് എക്സെപ്ഷൻസ്
every product has at least a few close substitutes. In other words, in the real world, we often find that a close substitute product group is produced by a number of firms. അതായത് ഓരോ ഉൽപ്പന്നത്തിലും കുറഞ്ഞത് കുറച്ച് അടുത്ത പകരക്കാരുണ്ട് എന്ന് വേണം പറയാൻ. മൊണോപ്പൊളി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ മൊണോപ്പൊളി പവർ ഒരു യഥാർത്ഥ ലോകത്ത് അപൂർവമാണെന്ന് പറഞ്ഞു നമ്മൾ. പക്ഷെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ ലോകത്ത് ഒരു അടുത്ത പകര ഉൽപ്പന്ന ഗ്രൂപ്പിൽ നിരവധി ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്നതായി പലപ്പോഴും നമ്മൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫേംസ്, ഈ സ്ഥാപനങ്ങൾ അതത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം ഓരോ ഫേംസിന്റെയും കാര്യത്തിൽ, അതായത് ഉൽപ്പന്ന ഗ്രൂപ്പിന്റെ വിപണി ഡിമാൻഡിന്റെ ഇലാസ്റ്റികത, അതിനുശേഷം ഉൽപ്പന്നം എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിന്റെ ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റികതയ്ക്ക് താഴെ ലൈൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ദീസ് ഫേം compete over selling their respective products. In the case of each such firm, the elasticity of market demand for a product group, hereafter called the product, provides the bottom line for the elasticity of its demand curve. For example, ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, if at any particular price the E of the market demand for the product B E star is equal to 1.5, say, then the E for the product of every firm would be at least 1.5. That is, if a firm decreases or increases the price of its product by 1%, then the demand for its product would increase or decrease by at least 1.5%. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു പ്രത്യേക വിലയിൽ ഉൽപ്പന്നം വിപണി ആവശ്യം എന്ന് പറയുന്നത് ഇ സ്റ്റാർ ആണ്, അത് 1.5 ആണെന്ന് പറയാം. തുടർന്ന് ഓരോ സ്ഥാപനത്തിന്റെയും ഉൽപ്പന്നത്തിന്റെയും കുറഞ്ഞത് 1.5 തന്നെ ആയിരിക്കും. അതായത് ഒരു ഫേം അതിന്റെ ഉൽപ്പന്നത്തിന്റെ വില 1% കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഉൽപ്പന്നത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത് കുറഞ്ഞത് 1.5% വർദ്ധിച്ചിരിക്കും അല്ലെങ്കിൽ കുറയും എന്നുള്ളതാണ്. The second point is the number of firms. However, E for the product of a firm belonging to the group of firms that produce the product may very well be more than the E. Here 1.5 equation. How much more would of course depend on the number of firms that produce the product. ഇവിടെ പറയുന്നത്, എന്നിരുന്നാലും ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നത്തിന് ഇ സ്റ്റാർ എന്നതിനേക്കാൾ കൂടുതലായിരിക്കാം. അതായത് തീർച്ചയായും ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഫേംസിന്റെ എണ്ണത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇ സ്റ്റാർ എന്ന് പറയുന്നത്. Let us see why. If one among several firms producing the product, say firm A, reduces its price by 1%, say the price of other firms remaining unchanged, then the product of A would become relatively cheaper and some of the customers of the other firms would switch over A. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങളിൽ ഒന്ന്, അതിന്റെ സ്ഥാപനം എ അല്ലെങ്കിൽ ഫേം എ, അതിന്റെ വില 1% കുറയ്ക്കുന്നു എങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ വില മാറ്റമില്ലാതെ തുടരുന്നു. അതായത് എ ഉൽപ്പന്നം താരതമ്യേന വില കുറഞ്ഞതും മറ്റ് ഫേംസിന്റെ ചില ഉപഭോക്താക്കൾ എ ആയി മാറുകയും ചെയ്യും. അതായത് ഈ സാഹചര്യത്തിൽ എ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് ആദ്യ സന്ദർഭത്തിൽ ഉൽപ്പന്നത്തിന്റെ വിപണി ഡിമാൻഡിനായിട്ട് ഇ സ്റ്റാർ നൽകുന്ന പ്രകാരം 1.5% വർദ്ധിക്കുക മാത്രമല്ല, അതൊരു സ്വിച്ച് ഓവർ ഘടകം കാരണം അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ ഇൻ ദിസ് കേസ് ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ഓഫ് എ വുഡ് നോട്ട് ഓൺലി ഇൻക്രീസ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ബൈ 1.5% ആസ് ഗിവൺ ബൈ ദി ഇ സ്റ്റാർ ഫോർ ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ്, ബട്ട് it would also increase somewhat more because of the switchover factor. Similarly, if the price of the product A increases by 1%, then its demand would decrease not only by 1% as given by E star, but it would also decrease somewhat more because of the switchover factor. അതായത് ഇതുപോലെ എ ഉൽപ്പന്നത്തിന്റെ വില 1% വർദ്ധിച്ചാൽ അതിന്റെ ഡിമാൻഡ് ഇ സ്റ്റാർ നൽകുന്നത് പ്രകാരം 1.5% കുറയുമെന്ന് മാത്രമല്ല, ഒരു സ്വിച്ച് ഓവർ ഘടകം കാരണം, ഒരു സ്വിച്ച് ഓവർ ഫാക്ടർ കാരണം അത് കുറച്ചുകൂടി കുറയുകയും ചെയ്യും എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. ആൻഡ് ദ നെക്സ്റ്റ് സ്വിച്ച് ഓവർ ഫാക്ടർ. ഫോർ നൗ ദ പ്രോഡക്റ്റ് ഓഫ് എ വുഡ് ബിക്കം റിലേറ്റീവ്ലി ഡിയറർ and some of the customers of A would switch over to the close substitute products of the group. It is easy to understand from what we have said above that the larger the number of firms in the group, the more would be the strength of the switchover factor. അതായത് ഇവിടെ പറയുന്നത്, കാരണം ഇപ്പോൾ എയുടെ ഉൽപ്പന്നം താരതമ്യേന
ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുകയും എയുടെ ഉപഭോക്താക്കളിൽ ചിലർ ഗ്രൂപ്പിന്റെ അടുത്ത പകര ഉൽപ്പന്നത്തിലേക്ക് മാറുകയും ചെയ്യും. അതായത് ഗ്രൂപ്പിലെ ഫേംസിന്റെ എണ്ണം കൂടുമ്പോൾ ഒരു സ്വിച്ച് ഓഫർ ഘടകത്തിന്റെ ശക്തി കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. That is, the larger the number of firms, the more would be the E for the product A. Thus, it is concluded that the number of firms producing the product is a determinant of the elasticity of demand for the firm's product, and the latter in turn is a determinant of the degree of its monopoly in the power. അതിനാൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഫേംസിന്റെ എണ്ണം ഒരു ഫേംസിന്റെ ഉൽപ്പന്നത്തിന്റെ ആവശ്യകതയുടെ ഇലാസ്റ്റികതയുടെ നിർണായക ഘടകമാണെന്നും രണ്ടാമത്തേത് അതിന്റെ മൊണോപ്പൊളി പവറിന്റെ അളവിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്നും നിഗമനത്തിലെത്തുകയാണ് ചെയ്യുന്നത്. അതായത് സ്മാളർ larger the number of firms producing the close substitute products, the smaller would be the elasticity of demand for the product of a particular firm, and larger would be the degree of monopoly power, which is equal to 1/E. അതായത് ഇവിടെ പറയുന്നത്, അതായത് ചെറിയ ബ്രാക്കറ്റിൽ വലുതുമായിട്ടുള്ള ക്ലോസ് പരസ്പരം, അതായത് പകര ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫേംസിന്റെ എണ്ണം ചെറിയ ഒരു പ്രത്യേക സ്ഥാപനത്തിന്റെ ഉൽപ്പന്നത്തിന്റെ ആവശ്യം, അതായത് അതിന്റെ ഇലാസ്തികത ആയിരിക്കുമെന്നുള്ളതാണ്. അതായത് വലിയ കുത്തക ശക്തിയുടെ മൊണോപ്പൊളി പവറിന്റെ ഡിഗ്രി ആയിരിക്കും അത് 1/E തുല്യമാണെന്നുള്ളതാണ്. Therefore, an interesting conclusion is that since in the case of pure monopoly, the number of firms is only 1, and since the E of the pure monopolist is equal to the bottom line E, which is E star, the degree of monopoly power of pure monopolist is the largest, that is larger than the monopoly power of a firm in a non-pure monopolistic situation. ഇവിടെ പറയുന്നത് ഒരു രസകരമായ നിഗമനത്തിലാണ് ഇവിടെ എത്തുന്നത്. ഫേംസിന്റെ എണ്ണം ഒന്ന് മാത്രമാണ് പ്യുർ മൊണോപ്പൊളിയുടെ ഈ എന്ന അടിത്തട്ടിന് തുല്യമായതിനാൽ ഒരു പ്യുർ മൊണോപ്പൊളിയുടെ അധികാരത്തിന്റെ അളവ് ഏറ്റവും വലുതാണ്. അതായത് ഒരു നോൺ പ്യുർ മൊണോപ്പൊളിയുടെ സാഹചര്യത്തിൽ ഒരു ഫേംസിന്റെ മൊണോപ്പൊളി പവറേക്കാൾ വലുതാണ് എന്നർത്ഥം. On the third source, the interaction among firms. The interaction among firms, if there are several firms producing the close substitute product, is called the product. Then the monopoly power enjoyed by each of them would depend upon the interaction among firms. അതായത് ഫേംസ് തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനാണ്, ആശയവിനിമയമാണ്. അതായത് ഉൽപ്പന്നം പ്രോഡക്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന അടുത്ത പകര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിരവധി ഫേംസ് ഉണ്ടെങ്കിൽ അവ ഓരോന്നും അനുഭവിക്കുന്ന മൊണോപ്പൊളി പവർ അവയ്ക്കിടയിലെ ഇടപെടലുകളെയൊക്കെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ്. അതായത് ഇഫ് ദ ഫേംസ് കോമ്പീറ്റ് അഗ്രസീവ്ലി, then they would undercut one another's price in order to increase their respective market shares. Such aggressive competition among the firms may drive the prices of the product down nearly to the level of competitive price. So in this case, P minus MC, price minus marginal cost, would also be driven down, and the degree of monopoly power of the firms would be relatively small എന്നുള്ളതാണ്. അതായത് ഫേംസ് ആക്രമണാത്മകമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ, അതായത് ദേ കോമ്പീറ്റ് അഗ്രസീവ്ലി, അപ്പോൾ ഓഹരി വിപണികൾ വർദ്ധിപ്പിക്കുന്നതിന് അവർ പരസ്പരം വില കുറയ്ക്കും എന്നുള്ളതാണ്. അതായത് ഫേംസ് തമ്മിലുള്ള അത്തരം ഒരു അഗ്രസീവ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളുടെ വിലയെ മത്സര വിലയുടെ നിലയിലേക്ക് താഴ്ത്തിയേക്കാം. ഈ സാഹചര്യത്തിൽ പ്രൈസ് മൈനസ് മാർജിനൽ കോസ്റ്റും താഴേക്ക് നയിക്കപ്പെടും. അതായത് ഫേംസിന്റെ മൊണോപ്പൊളി പവറിന്റെ അളവ് താരതമ്യേന കുറവായിരിക്കും എന്നുള്ളതാണ് ഈ തേർഡ് സോഴ്സിൽ പറയുന്നത്. On the other hand, the firms might decide not to compete among themselves, rather they might collude. In this case, collusion among the firms would restrict their outputs and increase their prices. ഇവിടെ പറയുന്നത് മറുവശത്ത് ഫേംസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പരസ്പരം മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചേക്കാം, പകരം അവർ ഒത്തുകളിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഫേംസ് തമ്മിലുള്ള ഒത്തുകളി അവരുടെ ഉൽപാദനം നിയന്ത്രിക്കുകയും അവരുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ ഹിയർ they would have relatively high P minus MC, and the degree of their monopoly power would also be high. Collusion may go to such a length
that the firms may behave almost like one firm, that is giving rise to multi-plant monopoly. അതിനാൽ ഇവിടെ അവർക്ക് താരതമ്യേന ഉയർന്ന P-MC ഉണ്ടായിരിക്കും. അവരുടെ മൊണോപ്പൊളി പവറിന്റെ അളവും ഉയർന്നതായിരിക്കും. ഒരു ഒത്തുകളി, ഒരു ഫേം പോലെ ഒരു മൾട്ടി പ്ലാന്റ് കുത്തകയ്ക്ക് കാരണമാവുകയും ചെയ്യും. അപ്പൊ അത്തരമൊരു സന്ദർഭത്തിൽ മൊണോപ്പൊളി പവറിന്റെ അളവ് സാധ്യമായതിനാൽ ഏറ്റവും ഉയർന്നതായിരിക്കും. ദാറ്റ് ഈസ് 1 - E സ്റ്റാറിന്റെ അടുത്തായിരിക്കും. In such a case, the degree of monopoly power would be the highest possible, that is approaching 1/E star. We may conclude then that the monopoly power of a firm may arise from the three sources, that is the elasticity of market demand for the product, the number of firms, and the nature of the interaction among the firms. അതായത് ഒരു ഫേമിന്റെ മൊണോപ്പൊളി പവർ പ്രധാനമായിട്ടും 3 സ്രോതസ്സുകളിൽ നിന്ന് ഉയർന്നേക്കാമെന്നാണ് നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റും. അവ ഒന്ന് ഉൽപ്പന്നത്തിന്റെ വിപണി ഡിമാൻഡിന്റെ ഇലാസ്റ്റികതയാണ്, രണ്ടാമത്തത് ഫേംസിന്റെ എണ്ണമാണ്, ദെൻ സ്ഥാപനങ്ങൾ ഫേംസ് തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ സ്വഭാവമാണ്. ഇത് മൂന്നും വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, കോൺസെൻട്രേഷൻ റേഷ്യോ ആസ് എ മെഷർ ഓഫ് മോണോപ്പൊളി പവർ. In an industry, usually there exist some smaller firms and some larger firms, in the sense that smaller firms have relatively smaller shares in total industry sales, that is profit or assets, and the larger firms have relatively larger sales. അതായത് ഒരു വ്യവസായത്തിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ സാധാരണയായിട്ട് ചില ചെറിയ ഫേംസും ഉണ്ട്, വലിയ ഫേംസും ഉണ്ട്. അപ്പോൾ ചെറിയ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ഫേംസിന് മൊത്തം വ്യവസായ വിൽപ്പനയിൽ താരതമ്യേന ചെറിയ ഓഹരികളാണുള്ളത്. വലിയ സ്ഥാപനങ്ങൾക്ക് താരതമ്യേന വലിയ ഓഹരിയായിരിക്കും ഉണ്ടാവുക. അപ്പം അതായത് വിൽപ്പന വ്യവസായത്തിന്റെ ഏതാനും ഫേംസിൽ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത്തരം ഒരു കോൺസെൻട്രേഷൻ കുറവായിരിക്കാം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സെയിൽസ് including profit or assets may be more concentrated in a few firms of the industry, or such concentration may be less. Now, the size of the largest firm share in total industry sales etc. is known as concentration ratio. For example, if we consider sales as the criterion, then n largest firms share in total industry sale is called an n firm concentration ratio, which is denoted by CRN. അതായത് മൊത്തം വ്യവസായ വിൽപ്പനയിലെ ഏറ്റവും വലിയ ഫേംസിന്റെ വിഹിതത്തിന്റെ വലിപ്പം മുതലായവ കോൺസെൻട്രേഷൻ റേഷ്യോ എന്നറിയപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, വിൽപ്പന മാനദണ്ഡമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ മൊത്തം വ്യവസായ വിൽപ്പനയിലെ n എന്ന് പറയുന്നത് വലിയ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ വലിയ ഫേംസിന്റെ വിഹിതത്തെ കണക്കാക്കുന്നതാണ്. അതിനെ CRN കണക്കാക്കുന്ന ഒരു n ഫേംസ് കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നു. Usually, the 4 firm and 8 firm concentration ratio denoted by CR4 and CR8 are used as a measure of monopoly power. ഇവിടെ സാധാരണയായിട്ട് CR4, CR8 എന്നിവ രേഖപ്പെടുത്തിയ 4 ഫോംസും 8 ഉറച്ച സാന്ദ്രത അനുപാതങ്ങളും മൊണോപ്പൊളി പവറിന്റെ അളവായിട്ട് ഉപയോഗിക്കുന്നു. അതായത് കോൺസെൻട്രേഷൻ റേഷ്യോ മൊണോപ്പൊളി പവറിന്റെ ഒരു അളവ് പോലായിട്ട് പ്രവർത്തിച്ചേക്കാം. കാരണം ഒരു കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രിയിൽ വിൽപ്പന സ്ഥാപനങ്ങൾക്കിടയിൽ ഒരു ഫേംസിനിടയിൽ കൂടുതൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു. അതായത് വിൽപ്പനയുടെ കേന്ദ്രീകരണം ഏറെക്കുറെ ഇല്ല. മറുവശത്ത് ഒരു കുത്തക വ്യവസായത്തിലെ വിൽപ്പന ഏതാണ്ട് വലിയ സ്ഥാപനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പരിമിതപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്യുവർ മോണോപ്പൊളിയുടെ കേസിൽ വിൽപ്പന ഒരു ഫേംസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയാം. യൂഷ്വലി ദ 4 firm and 8 firm concentration ratio is denoted by CR4 and CR8 are used as the measure of monopoly power. The concentration ratio may act as a measure of monopoly power because in a commodity industry, sales are more evenly distributed among the firms. Concentration of sales is more or less absent. On the other hand, in a monopolistic industry, sales tend to concentrate in a few large firms. In the limiting case, sales are concentrated in only one firm. Then we have the case of pure monopoly. Suppose that there are 5 firms in an industry and the share of the firms arranged in a descending order are as follows. Here, table 1.2 shows the market share of the firms. അതായത് ടേബിൾ 1.2 മാർക്കറ്റ് ഷെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഫേംസിന്റെ മാർക്കറ്റ് ഷെയർ എങ്ങനെയാണെന്നാണ്. അതായത് പ്രധാനമായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ 5 ഫേം ഉണ്ട്. ഫേം 1,
2, 3, 4, 5. അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഇവിടെ ഡിസെൻഡിങ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. 0.50 ആണ് ഫേം 1ന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. 0.30 ആണ് ഫേം 2ന്റെ മാർക്കറ്റ് ഷെയർ. 3യുടേത് 0.10, 4ത്തിൻ്റെത് 0.06, ഫിഫ്ത്ത് ഫേമിൻ്റെത് 0.04 എന്നുള്ളതാണ്. ഇതൊരു ഡിസെൻഡിങ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ടേബിൾ 1.3 ക്യുമുലേറ്റീവ് ഷെയർസ് ഓഫ് ദ ഫേംസ്. ഫേമിൻ്റെ ക്യുമുലേറ്റീവ് മാർക്കറ്റ് ഷെയർ ആണ് നെക്സ്റ്റ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 തന്നെയാണ്. ക്യുമുലേറ്റീവ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 0.50 ഫോർ ഫേം 1 ആൻഡ് 0.080 ഫോർ ഫേം 2, 0.9 ഫോർ ഫേം 3, 0.96 for firm 4 and finally 1 for firm 5. Next we are going to discuss the concentration curve നെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ previous സ്ലൈഡിൽ നമ്മൾ കണ്ടു concentration table. The table shows that the cumulative share of the first two largest firms, അതായത് CR2 is 0.80, similarly CR3 0.9, CR4 0.96 and CR5 എന്ന് പറയുന്നത് 1 ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുത് വരെയുള്ള ഫേംസിൻ്റെ ഒരു സംയോജിത എണ്ണത്തിൻ്റെ വിൽപ്പനയുടെ മൊത്തത്തിലുള്ളൊരു ശതമാനം കാണുകയാണെങ്കിലാണ് നമുക്കൊരു കോൺസെൻട്രേഷൻ കർവ് എന്ന് വിളിക്കുന്ന ഒരു കർവ് ലഭിക്കുന്നത്. അതായത് 3 സാധാരണ വ്യവസായങ്ങളുടെ കേന്ദ്രീകരണം ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഈ കോൺസെൻട്രേഷൻ കർവിൽ. അതായത് ബി, സി എന്നീ വ്യവസായങ്ങളെക്കാൾ ഏകാഗ്രത വലിയ വ്യവസായമാണെന്ന് ഈ ഒരു ഫിഗർ കാണിക്കുന്നു. എന്നാൽ ബി അല്ലെങ്കിൽ സിയിൽ കോൺസെൻട്രേഷൻ വലുതാണോ എന്നത് ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലെ CR4 അതായത് സാന്ദ്രത താരതമ്യം ചെയ്യുന്നുണ്ടോ അതോ ഏറ്റവും വലിയ 8 സ്ഥാപനങ്ങളിലെ CR8 സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. The concentration of 3 typical industries have been shown in figure. The figure 1.2 shows that concentration is larger industry A than in industries B and C. ഇവിടെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി എയിലാണ്, ബിയെയും സിയെയും കമ്പയർ ചെയ്യുമ്പോൾ. But whether concentration is larger in B or C depends on whether we are comparing the concentrations in the largest firm CR4 or the largest 8 firm CR8. ഇവിടെ നമ്മൾ പറയുന്നത് 3 വ്യവസായങ്ങൾക്കായിട്ട് കോൺസെൻട്രേഷൻ കർവ്സ് നാം കാണുകയാണെങ്കിൽ CR4 നോക്കുകയാണെങ്കിൽ വ്യവസായത്തിൻ്റെ ഏകാഗ്രത വളരെ വലുതാണ്. എന്നാൽ CR8 നോക്കുകയാണെങ്കിൽ സിയിലാണ് ഏകാഗ്രത വലുത്. അതായത് മൊണോപ്പൊളി പവറിന്റെ കോൺസെൻട്രേഷൻ നടപടികളുടെ അടിസ്ഥാനത്തിന്റെ ഒരു വൈകല്യമാണ് ഇവിടെ കാണിക്കുന്നത്. കോൺസെൻട്രേഷൻ റേഷ്യോയിൽ മറ്റൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന മറ്റൊരു 26 കോൺസെൻട്രേഷൻ കർവിനേക്കാൾ ഒരു വ്യവസായം കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. അതായത് വ്യവസായത്തിൽ ബി, സി വ്യവസായങ്ങൾക്കാൾ വലുത് എ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ബി അല്ലെങ്കിൽ സിയിലെ ഏകാഗ്രത വലുതാണോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വലുതാണോ എന്നത് ഏറ്റവും വലിയ 4 സാധാരണ വ്യവസായം ബി, അതുപോലെ തന്നെ വിൽപ്പന പോലെ തന്നെ വ്യാവസായിക അനുപാതങ്ങൾ അവരും പരസ്പരം ലാഭത്തിൻ്റെയോ ആസ്തികളുടെയോ കാഴ്ചപ്പാടിൽ രണ്ടാമത്തേത് മുമ്പത്തേതിനേക്കാൾ അതായത് ബി എയേക്കാൾ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടേക്കാം എന്നിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കോൺസെൻട്രേഷൻ അനുപാതത്തിൻ്റെ ഒരു മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫേംസിൻ്റെ എണ്ണം കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 5 സ്ഥാപനങ്ങളുടെ 5 ഫേംസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ നേരത്തെ ടേബിളിൽ പറഞ്ഞു CR4 0.96 ആയിരുന്നു. പിന്നെ 100 സ്ഥാപനങ്ങളുടെ മറ്റൊരു വ്യവസായത്തിൽ CR4 0.96 ആയിരിക്കാം. ശരിക്കും ഈ 2 വ്യവസായങ്ങളിലെ കുത്തക ശക്തിയോ അല്ലെങ്കിൽ മത്സരക്ഷമതയോ താരതമ്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം 2 കേസുകളിലും സ്ഥാപനങ്ങളുടെ എണ്ണം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ. അപ്പോൾ കോൺസെൻട്രേഷൻ റേഷ്യോയുടെ 4ാമത്തെ പ്രശ്നമായിട്ട് ഇവിടെ പറയുന്നത് സാധാരണയായിട്ട് ആഭ്യന്തര വ്യവസായത്തിലെ ഫേംസിന്റെ വിതരണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇവർ വിദേശ മേഖലയിലെ ചിത്രം പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്നുള്ളതാണ്. അതായത് എന്നിരുന്നാലും വിദേശ മത്സരത്തിന്റെ ഒരു നിലനിൽപ്പിനെ ആഭ്യന്തര സ്ഥാപനങ്ങളുടെ പെരുമാറ്റത്തെ ഗണ്യമായിട്ട് ബാധിച്ചേക്കാം എന്നും പറയുന്നുണ്ട്. അതായത് the fourth problem with the concentration ratio is that they are usually based on the distribution of firms in the domestic industry and they completely ignore the picture of the foreign sector. Then vertical diversification of firms. ഇതിൽ നമ്മൾ നോക്കുന്നത് ഫേംസിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഒരു ലംബമായ വൈവിധ്യവൽക്കരണത്തെക്കുറിച്ചാണ്. Vertical diversification is also known as vertical integration. In this growth strategy, a company expands its business in the forward or backward direction.
അതായത് വെർട്ടിക്കൽ ഡൈവേഴ്സിഫിക്കേഷനെ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയിൽ പറയുന്നത് ഒരു കമ്പനി അതിൻ്റെ ബിസിനസ് മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോക്ക ദിശയിലാണ് വിപുലീകരിക്കുന്നത് എന്നുള്ളതാണ്. ഫേംസ് ആഡ് ന്യൂ പ്രോഡക്ട്സ് ഓർ സർവീസസ് കോംപ്ലിമെൻ്ററി ടു ദി എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ്. If a firm manufactures rayon and textiles, it grows through vertical diversification. അതായത് നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടോ അല്ലെങ്കിൽ പൂരകമായിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഫേംസ് ചേർക്കുന്നുണ്ട്. അതായത് ഒരു സ്ഥാപനം റയോണും തുണിത്തരങ്ങളൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ അത് വെർട്ടിക്കൽ ഡൈവേഴ്സിഫിക്കേഷനിലൂടെയാണ് വളരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. When a firm converts input into output, transformation takes place in a number of stages. For example, purchase of raw materials, manufacturing process, assembly, distribution, and sale. Vertical diversification defines whether to perform some or all of these functions. അതായത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഫേം ഇൻപുട്ടുകൾ ഔട്ട്പുട്ടാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഒരു പരിവർത്തനം നിരവധി ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത്, നിർമ്മാണ പ്രക്രിയകൾ, അസംബ്ലി, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, വിൽപ്പന. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ചിലതോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ നിർവഹിക്കണോ എന്ന് നോക്കുന്നുണ്ട്. അതായത് ഉൽപാദനത്തിൻ്റെ തുടർച്ചയായ ഘട്ടങ്ങളിലുള്ള ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേരുകയാണ് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ജോയിനിങ് ടുഗദർ ഓഫ് 2 or more firms producing goods which are in successive stages of production. അതിനെയാണ് നമ്മൾ vertical diversification of firms എന്ന് പറയുന്നത്. There are 2 forms of vertical integration, backward and forward integration. Firstly, we discuss what is backward integration. Backward integration is a form of vertical integration where firms integrate backward to produce the inputs or raw materials. അതായത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്ക സംയോജനമാണ്. ഇൻപുട്ടുകളോ അസംസ്കൃത വസ്തുക്കളോ ഉൽപ്പാദിപ്പിക്കാൻ ഫേംസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പിന്നിലോട്ട് സംയോജിക്കുന്ന ഒരു ലംബമായ സംയോജനത്തിന്റെ രൂപമാണിത്. Rather than buying inputs from outside, firms manufacture their own inputs. If sugar mills own sugarcane farms, they are said to have diversified through backward integration. It helps in reducing selling price and increases turnover and profits. ഇവിടെ പറയുന്നത് പുറത്തുനിന്ന് ഇൻപുട്ടുകൾ വാങ്ങുന്നതിന് പകരം സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ ഫേംസ് സ്വന്തമായിട്ട് ഇൻപുട്ടുകൾ നിർമ്മിക്കുന്നു. അതായത് പഞ്ചസാര മില്ലുകളുണ്ട്, അവർക്ക് തൊട്ടടുത്ത് തന്നെ ഒരു കരിമ്പു ഫാം ഉണ്ടെങ്കിൽ അവ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിലൂടെ വൈവിധ്യമാർന്നതായിട്ട് കണക്കാക്കാം. അതായത് ഇത് വിൽപ്പനയുടെ വില കുറയ്ക്കുന്നതിനും വിറ്റുവരവും ലാഭവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഇൻക്രീസസ് ടേൺ ഓവർ ആൻഡ് പ്രോഫിറ്റ്സ്. Then, what are the merits? Merits of backward integration. The following are the important merits. First one, it offers regular supply of inputs to the firm. അതായത് സ്ഥാപനങ്ങൾക്ക് പതിവായിട്ട് ഇൻപുട്ടുകളൊക്കെ നൽകുകയാണെങ്കിൽ റെഗുലർ സപ്ലൈ നടക്കും എന്നുള്ളതാണ്. Then, it speed up the transformation process and ensures adequate and regular supply of outputs in the market. അതായത് ഇത് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പരിവർത്തന പ്രക്രിയ വേഗത്തിലാക്കുകയും വിപണിയിൽ ഔട്ട്പുട്ടുകളുടെ മതിയായതും ക്രമവുമായ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നിട്ടുണ്ട്. ദെൻ സി, ഫേംസ് മെയിൻറ്റെയിൻ ക്വാളിറ്റി കൺട്രോൾ ഓവർ ദ ഇൻപുട്സ്. അതായത് ഇൻപുട്ടുകളിൽ ഫേംസ് ഗുണനിലവാര നിയന്ത്രണം നിലനിർത്തുന്നു. ഡി, ഇറ്റ് എൻഷുവേഴ്സ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഫെസിലിറ്റീസ് റിസൾട്ടിങ് ഇൻ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദിസ് ഇൻക്രീസസ് ദ റിട്ടേൺ ഓഫ് ഫേംസ്. അതായത് കുറഞ്ഞ ഉൽപാദന ചെലവിന് കാരണമാകുന്ന സൗകര്യങ്ങളുടെ മെച്ചപ്പെട്ടൊരു ഉപയോഗത ഉറപ്പാക്കുന്നുണ്ട്. ഇത് ഫേംസിന്റെ തിരിച്ചുവരവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദെൻ ഫൈനലി, ഇറ്റ് ഇൻക്രീസസ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഫേംസ് വിത്ത് ദെയർ ഫോമർ സപ്ലയേഴ്സ് ഓഫ് ഇൻപുട്സ്. അതായത് ഇത് ഈ ഒരു പ്രോസസ്സിലൂടെ ഇവരുടെ മുൻ ഇൻപുട്ടുകളുടെ വിതരണക്കാരുമായിട്ട് ഫേംസിന്റെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് അതായത് മത്സരശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് എന്ന് പറയുന്നത്. Here we are going to discuss the major limitations of backward integration. Backward integration suffers from the following limitations. First one, it requires huge amount of capital to buy machines to produce inputs. അതായത് ഇൻപുട്ടുകൾ ഉൽപ്പാദിപ്പിക്കാൻ മെഷീനുകളൊക്കെ വാങ്ങാൻ വലിയ തുക മൂലധനം അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമാണ് എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്.
Then the second point, firms lost the advantage of buying inputs at lower price from suppliers who deal in them at larger scale. അതായത് വലിയ തോതിൽ കൈകാര്യം ചെയ്യുന്ന സപ്ലയേഴ്സ് വിതരണക്കാരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇൻപുട്ടുകൾ വാങ്ങുന്നതിൻ്റെ നേട്ടം ഫേംസിന് നഷ്ടമാവുന്നുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് ലിമിറ്റേഷൻ. And the third one, if companies invest in machines that supply them inputs, it may require technology upgradation. Delay in technology upgradation will result in inefficient or delayed outputs. അതായത് കമ്പനികൾ അവർക്ക് ഇൻപുട്ടുകൾ വിതരണം ചെയ്യുന്ന മെഷീനുകൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന് സാങ്കേതിക വിദ്യ അതായത് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഉയർന്ന ആവശ്യമായിട്ട് വന്നേക്കാം. അതായത് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആവശ്യമായിട്ട് വന്നേക്കാമുള്ളതാണ്. അതായത് സാങ്കേതിക വിദ്യ നവീകരിക്കുന്നതിലെ കാലതാമസം കാര്യക്ഷമമില്ലാത്തതോ വൈകിയതോ ആയ ഔട്ട്പുട്ടുകൾക്ക് കാരണമാവും എന്നുള്ളതാണ്. ഡിലേ ഇൻ ടെക്നോളജി അപ്ഗ്രഡേറ്റിംഗ് will result in inefficient or delayed outputs. Then upgrading or updating technology also require huge amount of capital investment. This may increase the prices of outputs. അതായത് സാങ്കേതിക വിദ്യ അപ്ഡേറ്റ് ചെയ്യുന്നതിനും വലിയ തുക മൂലധന നിക്ഷേപം ആവശ്യമാണ്. അപ്പോൾ ഇത് ഔട്ട്പുട്ടുകളുടെ വില വർദ്ധിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. Then the last point, fast changing environmental conditions do not support backward integration, as continuous changes in demand for output require continuous changes in inputs. അതായത് ഔട്ട്പുട്ടുകളുടെ ആവശ്യകതയിൽ തുടർച്ചയായ മാറ്റങ്ങൾക്ക് ഇൻപുട്ടുകളും ആവശ്യമുള്ളതിനാൽ അതിവേഗം മാറുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങൾ അതായത് എൻവയോൺമെന്റൽ കണ്ടീഷൻസിലൊക്കെ പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. And the next we are going to discuss forward integration. Forward integration is a type of diversification strategy which involves the entry of a firm into the business of finishing, distributing or selling of some of its present outputs. It refers to moves altering the nature of the distribution of the firm's output toward end users. That is, അതായത് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ അതിൻ്റെ ഇപ്പോഴത്തെ ചില ഔട്ട്പുട്ടുകൾ പൂർത്തിയാക്കുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് ഒരു ഫേംസിൻ്റെ പ്രവേശനം ഉൾപ്പെടുന്നു. അത്തരത്തിൽ ഒരു ഫേംസിൻ്റെ പ്രവേശനം എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എൻട്രി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം വൈവിധ്യവൽക്കരണ തന്ത്രമാണ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഫേംസിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വിതരണത്തിൻ്റെ സ്വഭാവം മാറ്റുന്ന നീക്കങ്ങൾ അത് അന്തിമ ഉപയോക്താക്കളിലേക്ക് നീങ്ങുകയാണ് സൂചിപ്പിക്കുന്നു. ഉപഭോക്താക്കളുമായി നേരിട്ടുള്ള സമ്പർക്കം നിലനിർത്തുന്നതിന് വിതരണ ഔട്ട്ലെറ്റുകൾ സ്ഥാപനങ്ങൾ പ്രവേശിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് എൻട്രി ഓഫ് ഫേംസ് ഇൻ ടു ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്സ് ടു മെയിൻറ്റെയിൻ ഡിറക്റ്റ് കോൺടാക്ട് വിത്ത് കൺസ്യൂമേഴ്സ് റാദർ ദാൻ സെല്ലിംഗ് ത്രൂ ഇൻ്റർമീഡിയറീസ്. ഫേംസ് that diversify through forward integration maintain their own sales outlet. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബോംബെ ഡൈയിങ്, DCM തുടങ്ങിയവയ്ക്ക് സ്വന്തമായിട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുണ്ട്. അതായത് വിതരണത്തിന്റെ ചാനലിൽ നിയന്ത്രണം നിലനിർത്താൻ ഇതവരെ പ്രാപ്തമാക്കുന്നു എന്നർത്ഥം. അതായത് ബോംബെ ഡൈയിങ്, DCM etc. have all retail outlets. This enables them to maintain control over the channel of distribution. Then major advantages. Forward integration offers the following benefits. First one, it enables firms to control the prices of outputs through control over the channels of distribution. അതായത് വിതരണ ചാനലുകളുടെ നിയന്ത്രണത്തിലൂടെ ഔട്ട്പുട്ടുകളുടെ വില നിയന്ത്രിക്കാൻ ഇത് ഫേംസിനെ പ്രാപ്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. And the second point, control on prices helps in maintaining competitive strength. അതായത് വില നിയന്ത്രണം ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് നിലനിർത്താൻ സഹായിക്കുന്നു. Then the third point, sales through on retail outlets are preferred by quality conscious consumers. അതായത് ഗുണമേന്മയുള്ള അതായത് ബോധമുള്ള ഉപഭോക്താക്കളാണ് സ്വന്തം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയുള്ള വിൽപ്പന ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. Then firms receive feedback from consumers which helps in improving the quality of the products. അതായത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ഫേംസ് ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഫീഡ്ബാക്കിൻ്റെ ബേസിലാണ് അവരവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്. ദെൻ
Finally, elimination of middlemen reduces the cost and price of products. This widens market base of the firms and increases their profitability. അതായത് ഇടനിലക്കാരെ ഒഴിവാക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് സ്ഥാപനങ്ങളുടെ വിപണി അടിത്തറ വർദ്ധിപ്പിക്കുകയും അവരുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷേ മിഡിൽമാനെ ഒഴിവാക്കുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് ദ പ്രോഡക്ട്സ്. പ്രോഡക്ട്സിന്റെ പ്രൈസും കോസ്റ്റും കുറയ്ക്കാനുള്ള ഇടവരുന്നുള്ളതാണ്. ദിസ് വാർഡൻസ് മാർക്കറ്റ് ബേസ്. പക്ഷേ ഇത് മാർക്കറ്റ് ബേസിനെ വാർഡൻ ചെയ്യുകയും ആൻഡ് ഇൻക്രീസസ് ദെയർ പ്രോഫിറ്റബിലിറ്റി. അതായത് ഇത് ഫേംസിന്റെ വിപണിയുടെ അടിത്തറ വർദ്ധിപ്പിക്കുകയും പക്ഷെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ. Forward integration suffers from the following limitations. First one, it is not easy for firms to sell through on outlets in fast changing environmental conditions. It is better to sell through distribution channels who specialize in the distribution business. അതായത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, പരിസ്ഥിതി സാഹചര്യങ്ങൾ ഫേംസിന് സ്വന്തം ഔട്ട്ലെറ്റുകൾ വഴി വിൽക്കുന്നത് എളുപ്പമല്ല. അപ്പോൾ വിതരണ ബിസിനസ്സിൽ വൈവിധ്യമുള്ള വിതരണ ചാനലുകളിലൂടെ വിൽക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ്. അതായത് ഇറ്റ് ഈസ് ബെറ്റർ ടു സെൽ ത്രൂ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഹു സ്പെഷ്യലൈസസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, മെയിൻറ്റെയിനിങ് ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഈസ് കോസ്റ്റ്ലി ഫോർ ദ ഫേംസ്. While eliminating the channels of distribution reduces the price, maintaining retail outlets and negates this effect. A cost-benefit analysis must therefore be carried before the firms decide to diversify through forward integration. അതായത് സ്വന്തം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ പരിപാലിക്കുന്നതിന് ഫേംസിന് വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. അപ്പോൾ വിതരണത്തിന്റെ ചാനലുകൾ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഇല്ലാതാക്കുന്നത് വില കുറയ്ക്കുമ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ നിലനിർത്തുന്നതിന് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനാൽ ഫോർവേഡ് ഇൻ്റഗ്രേഷൻ വഴി വൈവിധ്യവൽക്കരിക്കാൻ ഫേംസ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ചെലവ് ആനുകൂല്യത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. അതായത് എ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് മസ്റ്റ് therefore be carried before the firms decide to diversify through forward integration. Then third limitation എന്ന് പറയുന്നത്, for firms producing multiple products there can be problems in coordinating multiple retail outlets. Mergers അല്ലെങ്കിൽ merger is an agreement that unites two existing companies into one new company. There are several types of mergers and also several reasons why companies commit mergers. ഇവിടെ പറയുന്നത് ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫേംസിന് ഒന്നിലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഏകോപിപ്പിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതായത് മെർജേഴ്സ് എന്ന് പറയുന്നത് നിലവിലുള്ള രണ്ട് കമ്പനികളെ ഒരു പുതിയ കമ്പനി ആയിട്ട് ഒന്നിപ്പിക്കുന്ന ഒരു തരം ഉടമ്പടി അല്ലെങ്കിൽ ലയനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിരവധി തരം ലയനങ്ങളും കമ്പനികളുടെ പൂർണ്ണ ലയനങ്ങൾക്ക് നിരവധി കാരണങ്ങളുണ്ട്. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ആർ കോമൺലി ഡൺ to expand a company's reach, expand into new segments, or gain market share. All of these are done to increase shareholder value. Often, during a merger, companies have a no-shop clause to prevent purchases or mergers by additional companies. അതായത് ലയനങ്ങളും അവരുടെ ഏറ്റെടുക്കലുകളും മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് സാധാരണയായിട്ട് ഒരു കമ്പനിയുടെ റീച്ച് വിപുലീകരിക്കാനാണ്. അതായത് പുതിയ വിഭാഗത്തിലേക്ക് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിപണി വിഹിതം നേടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഓഹരി ഉടമകളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ ഇവയെല്ലാം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഒരു മെർജർ സമയത്ത് അല്ലെങ്കിൽ ഒരു ലയന സമയത്ത് കമ്പനികൾ അധിക കമ്പനി വാങ്ങലുകൾ അല്ലെങ്കിൽ ലയനം തടയാൻ ഒരു ഷോപ്പ് ക്ലോസ് ഉണ്ട് എന്നാണ് പറയുന്നത്. Often during a merger, companies have a no-shop clause to prevent purchases or mergers by additional companies. These are the major limitations of forward integration. Companies pursue mergers and acquisitions for several reasons. The most common motives for mergers include the following. അതായത് കമ്പനികൾ പല കാരണങ്ങളാൽ ലയനങ്ങളും ഏറ്റെടുക്കലുകളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്. അതായത് ലയനങ്ങളുടെ ഏറ്റവും പൊതുവായ ഉദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. ഫസ്റ്റ് വൺ, വാല്യൂ ക്രിയേഷൻ. Two companies may undertake a merger to increase the wealth of their shareholders. Generally, the consolidation of two business results in synergies that increase the value of a new created business entity.
Essentially, synergy means that the value of a merged company exceeds the sum of the value of the two individual companies. അതായത് മൂല്യം സൃഷ്ടിക്കൽ, രണ്ട് കമ്പനികൾ അവരുടെ ഓഹരി ഉടമകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഒരു ലയനം ഏറ്റെടുത്തേക്കാം, ഒരു മെർജർ എടുക്കാം. അതായത് സാധാരണയായിട്ട് രണ്ട് ബിസിനസ്സുകളുടെ ഏകീകരണം പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് വാല്യൂ ക്രിയേഷൻ. നോട്ട് ദാറ്റ് ദർ ആർ 2 types of synergies. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് സിനർജി ഉള്ളത്. ഒന്ന് റവന്യൂ സിനർജീസ് ആൻഡ് ദ സെക്കൻഡ് വൺ കോസ്റ്റ് സിനർജീസ്. റവന്യൂ സിനർജീസ് ദാറ്റ് primarily improve the company's revenue generating ability. For example, market expansion, production diversification, and research and development activities are only a few factors that can create revenue synergies. അതായത് റവന്യൂ സിനർജീസ്, വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സിനർജികൾ എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് കമ്പനിയുടെ വരുമാനം സൃഷ്ടിക്കുന്നതിനുള്ള കഴിവ് മെച്ചപ്പെടുത്തുക. ഉദാഹരണത്തിന് വിപണി വിപുലീകരിക്കുക, ഉൽപാദനത്തിലുള്ള വൈവിധ്യവൽക്കരണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിവയിലൂടെ വരുമാനം സമന്വയിപ്പിക്കുന്ന ഇതെല്ലാം റവന്യൂ സിനർജീസിന്റെ കുറച്ച് ഘടകങ്ങൾ മാത്രമാണ്. സെക്കൻഡ് വൺ ആണ് കോസ്റ്റ് സിനർജീസ് എന്ന് പറയുന്നത്. സിനർജീസ് ദാറ്റ് റെഡ്യൂസ് ദ കമ്പനീസ് കോസ്റ്റ് സ്ട്രക്ചർ. അതായത് കമ്പനിയുടെ ചെലവ് ഘടന കുറയ്ക്കുന്ന സിനർജികളാണ് കോസ്റ്റ് സിനർജീസ്. സാധാരണയായിട്ട് ജനറലി എ സക്സസ്ഫുൾ മെർജർ may result in economies of scale, access to new technologies, and even elimination of certain cost. All these events may improve the cost structure of the company. അതായത് സാധാരണയായിട്ട് ഒരു വിജയകരമായ മെർജർ അല്ലെങ്കിൽ ലയനം എന്ന് പറയുന്നത് സ്കെയിൽ സമ്പദ് വ്യവസ്ഥകളിൽ, അതായത് പുതിയ സാങ്കേതിക വിദ്യകൾ, ആക്സസ്, ചില ചെലവുകൾ പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ ഈ ഇവന്റുകളെല്ലാം ഒരു കമ്പനിയുടെ ചെലവിന്റെ ഘടന എങ്ങനെ മെച്ചപ്പെടുത്തിയേക്കാം എന്നുള്ളതാണ് കോസ്റ്റ് സിനർജീസിൽ പറയുന്നത്. And the second point is diversification, means വൈവിധ്യവൽക്കരണം. Mergers are frequently undertaken for diversification reasons. For example, a company may use merger to diversify its business operations by entering into new markets or offering new products or services. അതായത് വൈവിധ്യവൽക്കരണ കാരണങ്ങൾ, ഡൈവേഴ്സിഫിക്കേഷനെ കൊണ്ട് ലയനങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. ഉദാഹരണത്തിന് പുതിയ വിപണികളിലേക്ക് പ്രവേശിക്കുകയോ പുതിയ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വാഗ്ദാനം ചെയ്യുകയോ അതുകൊണ്ട് ഒരു കമ്പനി അതിന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ ഒരു മെർജേഴ്സ് ഉപയോഗിച്ചേക്കാം എന്നുള്ളതാണ്. Then, additionally, it is common that the managers of a company may arrange a merger deal to diversify risk relating to the company's operations. അതായത് കൂടാതെ കമ്പനികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഇതെല്ലാം വൈവിധ്യവൽക്കരിക്കുന്നതിന് ഒരു കമ്പനിയുടെ മാനേജർ ഒരു ലയന കരാർ അല്ലെങ്കിൽ മെർജർ ക്രമീകരിക്കുന്നത് സാധാരണമാണ്. Note that shareholders are not always content with the situation when the merger deal is primarily motivated by the objective of risk diversification. In many cases, the shareholders can easily diversify their risk through investment portfolios, while a merger of two companies is typically a long and risky transaction. അതായത് പല സന്ദർഭങ്ങളിലും ഓഹരി ഉടമകൾക്ക് നിക്ഷേപ പോർട്ട്ഫോളിയോകളിലൂടെ അവരുടെ അപകട സാധ്യതകളൊക്കെ പെട്ടെന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും, അതായത് വൈവിധ്യവൽക്കരിക്കാൻ കഴിയും. അതേസമയം തന്നെ രണ്ട് കമ്പനികളുടെയും ലയനം സാധാരണയായിട്ട് ഒരു നീണ്ടതും വളരെ അപകടകരമായ ഒരു ഇടപാടാണ് എന്നാണ് പറയുന്നത്. അതായത് ഡൈവേഴ്സിഫിക്കേഷന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്റ്റൻഷൻ, product extension, and conglomerate mergers are typically motivated by diversification objectives. അതായത് വൈവിധ്യവൽക്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് എക്സ്റ്റൻഷൻ, ദെൻ പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ, ഉൽപ്പന്നത്തെ വിപുലീകരിക്കുക, മാർക്കറ്റിനെ വിപുലീകരിക്കുക. ഒപ്പം ഒരു കൂട്ടായ ലയനങ്ങൾ സാധാരണയായി വൈവിധ്യവൽക്കരണ ലക്ഷ്യങ്ങളാൽ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. Conglomerate mergers are typically motivated by diversification objectives. The third point, acquisition of assets. A merger can be motivated by a desire to acquire certain assets that cannot be obtained using other methods. In merger and acquisition transactions, it is quite common that some companies arrange mergers to gain access to assets that are unique or to assets that usually take a long time to develop internally.
For example, access to new technologies is a frequent objective in many mergers. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആസ്തികളൊക്കെ ഏറ്റെടുക്കാൻ മറ്റു രീതികൾ ഉപയോഗിച്ച് നേടാൻ കഴിയാത്ത ചില ആസ്തികൾ ഉണ്ടായിരിക്കും. അത് സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം ഒരു ലയനത്തെ പ്രേരിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ്. അതായത് മേജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഇടപാടുകളിൽ ചില കമ്പനികൾ അതുല്യമായ ആസ്തികൾ അല്ലെങ്കിൽ സാധാരണയായിട്ട് ആന്തരികമായിട്ട് വികസിപ്പിക്കാൻ വളരെ സമയമെടുക്കുന്ന ആസ്തികളിലേക്ക് ആക്സസ് നേടാൻ ലയനങ്ങൾ ക്രമീകരിക്കുന്നത് വളരെ സാധാരണമാണ്. ഉദാഹരണത്തിന് പുതിയ സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനം അല്ലേ, ന്യൂ ടെക്നോളജീസ് എല്ലാം വരുമ്പോൾ അപ്പോൾ അതിലേക്കുള്ളൊരു എൻട്രി പല ലയനങ്ങളിലും ഇടയ്ക്കിടെ സംഭവിക്കാറുള്ളതാണ്. ആൻഡ് ഫോർത്ത് പോയിന്റ് ആണ് ഇൻക്രീസിങ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി. Every company faces a maximum financial capacity to finance its operations through either debt or equity markets. Lacking adequate financial capacity, a company may merge with another. As a result, a consolidated entity will secure a higher financial capacity that can be employed in further business development processes. അതായത് സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ ഓരോ കമ്പനിയുടെയും കടം അല്ലെങ്കിൽ ഓഹരി വിപണികൾ വഴി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം പരമാവധി സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് മതിയായ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ഒരു കമ്പനി മറ്റൊന്നുമായിട്ട് ലയിച്ചേക്കാം. അതിൻ്റെ ഫലമായിട്ട് ഒരു ഏകീകൃത സ്ഥാപനം കൂടുതൽ ബിസിനസ് വികസന പ്രക്രിയകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഉയർന്ന സാമ്പത്തിക ശേഷിയിലൂടെ അത് സുരക്ഷിതമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ്, ടാക്സ് പർപ്പസസ്. If a company generates significant taxable income, it can merge with a company with substantial carry-forward tax losses. After the merger, the total tax liability of the consolidated company will be much lower than the tax liability of the independent company. അതായത് നികുതി ഉദ്ദേശങ്ങൾ ഒരു കമ്പനി ഗണ്യമായ നികുതി വരുമാനം സൃഷ്ടിക്കുന്നു എങ്കിൽ അത് ഗണ്യമായ ഒരു ക്യാരി ഫോർവേഡ് നികുതി നഷ്ടം ഒരു കമ്പനിയിൽ ലയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ലയനശേഷം ഒരു ഏകീകൃത കമ്പനിയുടെ മൊത്തം നികുതി ബാധ്യത സ്വതന്ത്ര കമ്പനിയുടെ നികുതി ബാധ്യതയേക്കാൾ വളരെ കുറവായിരിക്കും. ആൻഡ് ദ സിക്സ്ത് പോയിന്റ്, incentives for mergers. അതായത് sometimes mergers are primarily motivated by the personal interest and goals of the top management of a company. For example, a company created as a result of a merger guarantees more power and prestige that can be viewed favorably by managers. Such a motive can also be reinforced by the manager's ego as well as his or her intention to build the biggest company in the industry in terms of size. Such a phenomenon can be referred to as a empire building, which happens when the managers of a company start favoring the size of a company more than its actual performance. അതായത് മാനേജർമാർക്കുള്ള പ്രോത്സാഹനങ്ങൾ ചിലപ്പോൾ ലയനങ്ങൾ പ്രധാനമായിട്ട് ഒരു കമ്പനിയുടെ ഉന്നത മാനേജ്മെന്റിന്റെ വ്യക്തിഗത താല്പര്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെയാണ്. അതായത് ഉദാഹരണത്തിന് ഒരു മേജേഴ്സ് ലയനത്തിന്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കമ്പനി മാനേജർമാർക്ക് അനുകൂലമായിട്ട് വീക്ഷിക്കാവുന്ന കൂടുതൽ ശക്തിയും അന്തസ്സും ഉറപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മാനേജർമാരുടെ അഹംഭാവവും അതായത് വലുപ്പത്തിന്റെ കാര്യത്തിൽ വ്യവസായത്തിൽ ഏറ്റവും വലിയ കമ്പനി കെട്ടിപ്പടുക്കുന്നുള്ള അവന്റെ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത്തരം ഒരു ഉദ്ദേശത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത്തരമൊരു പ്രതിഭാസത്തെ സാമ്രാജ്യത്വ നിർമ്മാണം എന്ന് പറയുന്നുണ്ട്, എംപയർ ബിൽഡിംഗ് എന്ന് വിശേഷിപ്പിക്കാം. ഒരു കമ്പനിയുടെ മാനേജർമാർ ഒരു കമ്പനിയുടെ യഥാർത്ഥ പ്രകടനത്തെക്കാൾ അതിന്റെ വലുപ്പത്തെ അനുകൂലിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അത് കൂടാതെ മാനേജർമാർ ലയനങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം. കാരണം അനുഭവപരമായ തെളിവുകൾ ഒരു കമ്പനിയുടെ വലിപ്പവും മാനേജർമാരുടെ നഷ്ടപരിഹാരവും പരസ്പര ബന്ധമുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു. സെക്കൻഡ് മൊഡ്യൂൾ, ലൊക്കേഷൻ അനാലിസിസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് what are the factors determining location, then approaches to industrial location analysis, then theoretical part, geographical and economic theories and operational approaches, then industrial location pattern in India. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും ലൊക്കേഷനെ കുറിച്ചാണ്, അതായത് സ്ഥാനം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, വ്യാവസായിക ലൊക്കേഷൻ, ദെൻ വിശകലനത്തോടുള്ള സമീപനങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ തിയറട്ടിക്കൽ പാർട്ടാണ്, ഭൂമിശാസ്ത്രപരവും സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. ദെൻ ഇന്ത്യയിലെ വ്യാവസായിക ലൊക്കേഷൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ലൊക്കേഷൻ അനാലിസിസ്, ഇറ്റ്സ് മീനിങ്. ലൊക്കേഷൻ അനാലിസിസ് ഈസ് എ ടെക്നിക് for discovering, assessing and specifying the optimal placement of an organization's people, information, activities and materials. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ആളുകൾ അവരുടെ വിവരങ്ങൾ,
പ്രവർത്തനങ്ങൾ, മെറ്റീരിയലുകൾ എന്നിവയുടെ അനുയോജ്യമായ പ്ലേസ്മെന്റ് കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും വ്യക്തമാക്കുന്നതിനുമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ലൊക്കേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ അനാലിസിസ് ക്യാൻ ഇൻക്ലൂഡ് ഡെവലപ്പിംഗ് മോഡൽസ്, techniques and tools to help provide solutions to location based problems. അതായത് ലൊക്കേഷൻ അധിഷ്ഠിതമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ സഹായിക്കുന്ന മോഡലുകൾ, സാങ്കേതിക വിദ്യകൾ, ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിന് ലൊക്കേഷൻ വിശകലനത്തിൽ ഉൾപ്പെടാമെന്നുള്ളതാണ്. ലൊക്കേഷൻ മോഡൽസ് ആർ കീ ഇൻ പെർഫോമിംഗ് ലൊക്കേഷൻ അനാലിസിസ് ബൈ പ്രൊവൈഡിംഗ് എ വെൽ ഡോക്യുമെന്റഡ് കോമൺ വിഷൻ ഓഫ് കറന്റ് ആൻഡ് ഡിസൈർഡ് ലൊക്കേഷൻ അറേഞ്ച്മെന്റ്സ്. അതായത് നിലവിലെയും ആഗ്രഹിക്കുന്നതുമായ ലൊക്കേഷൻ ക്രമീകരണങ്ങളുടെ നന്നായി ഡോക്യുമെന്റ് ചെയ്ത ഒരു പൊതുവായ വിഷൻ നൽകിക്കൊണ്ട് ലൊക്കേഷൻ വിശകലനം നിർവഹിക്കുന്നതിൽ ലൊക്കേഷൻ മോഡലുകൾ വളരെ പ്രധാനമാണ്. Next we are going to discuss types of location analysis. There are two common types of location analysis. The first is site selection, where the procedure or model is aimed at selecting the most suitable location from within a set. അതായത് ലൊക്കേഷൻ അനാലിസിസിന് പ്രധാനമായിട്ടും രണ്ട് തരങ്ങളാണുള്ളത്. ആദ്യത്തേത് സൈറ്റ് സെലക്ഷൻ ആണ്. അവിടെ നടപടിക്രമം അല്ലെങ്കിൽ ഒരു മോഡൽ ഒരു സെറ്റിനുള്ളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത് the second is site search, where the procedure or model is aimed at selecting a set of sites to be used for site selection. രണ്ടാമത്തേത് സൈറ്റ് സെലക്ഷൻ ആയിട്ട് ഉപയോഗിക്കേണ്ട സൈറ്റുകളുടെ ഒരു സെറ്റ് തിരഞ്ഞെടുക്കാൻ നടപടിക്രമമോ മോഡലോ ലക്ഷ്യമിടുന്ന സൈറ്റ് തിരയലാണ്, സൈറ്റ് തിരഞ്ഞു കണ്ടെത്തലാണ്. സൈറ്റ് സെലക്ഷൻ ആണ് രണ്ടാമത്തെ ലൊക്കേഷൻ അനാലിസിസിന്റെ ടൈപ്പിൽ വരുന്നത്. Then location analysis is an important issue in both the public and private sectors. We know private and public sector organizations can use location allocation analysis to find the optimal site for a new facility that will service the demand points in the most efficient way possible. So, സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും സാധ്യമായ കാര്യക്ഷമമായ രീതിയിൽ ഡിമാൻഡ് പോയിന്റുകളും സേവനങ്ങളും ഒക്കെ നൽകുന്ന ഒരു പുതിയ സൗകര്യത്തിന് അനുയോജ്യമായ സൈറ്റ് കണ്ടെത്താൻ ലൊക്കേഷൻ അലോക്കേഷൻ വിശകലനം നമുക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ആണ്, ആൻഡ് സെക്കൻഡ് വൺ പബ്ലിക് സെക്ടർ. ഒരു സ്വകാര്യ മേഖലയിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻ ദ പ്രൈവറ്റ് സെക്ടർ, സ്മോൾ ഇൻഡസ്ട്രിയൽ ബിസിനസ് need to know where to place facilities that will be successful in being accessible to a necessary portion of market share to sustain their business. അതായത് സ്വകാര്യ മേഖലയിൽ ചെറുകിട വ്യവസായ ബിസിനസ്സുകൾ അവരുടെ ബിസിനസ്സൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു വിപണി വിഹിതത്തിൻ്റെ ആവശ്യമായ ഒരു ഭാഗം ആക്സസ് ചെയ്യുന്നതിൽ ഒരു വിജയകരമായ സൗകര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കണമെന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ലൊക്കേഷൻ അലോക്കേഷൻ വിശകലനത്തിൻ്റെ അപ്ലിക്കേഷനുകൾ പ്രോജക്റ്റിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുമെന്ന് ഉപഭോക്താക്കൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. However, users should realize that the applications of location allocation analysis varies depending on the project. Examples of private sector organization that can use location allocation are restaurants and retail outlets. അതായത് ലൊക്കേഷൻ അലോക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുന്ന സ്വകാര്യ മേഖലാ സംഘടനകൾക്ക് ഉദാഹരണമാണ് റെസ്റ്റോറൻറ്റുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റ്സുകളും. അത് പബ്ലിക് സെക്ടറിൻ്റെ കേസിൽ പൊതുമേഖലയിൽ in the public sector, location analysis is important for public service departments, facilities like fire stations, hospitals and police stations. അതായത് പൊതുമേഖലയിലെ ഫയർ സ്റ്റേഷനുകൾ, ആശുപത്രികൾ, പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുസേവന വകുപ്പിൻ്റെ സൗകര്യങ്ങൾക്ക് ലൊക്കേഷൻ വിശകലനം വളരെ പ്രധാനമാണ്. These examples can use a combination of service, area and location analysis to determine the best places to place facilities in a way that they can be the most effective. Examples of public sector facilities are schools, hospitals and fire stations. അതായത് ഇവിടെ പറയുന്നത് ഉദാഹരണത്തിന് സേവന മേഖലയുടെയും ലൊക്കേഷൻ വിശകലനത്തിൻ്റെയും ഒരു സംയോജനം ഉപയോഗിച്ച് സൗകര്യങ്ങൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സ്ഥാപിക്കുന്നതിനുള്ള മികച്ച സ്ഥലങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്നുള്ളതാണ്. അതായത് സ്കൂളുകൾ, ആശുപത്രികൾ, ഫയർ സ്റ്റേഷനുകൾ എന്നിവയാണ് പൊതുമേഖലാ സൗകര്യങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ. Then factors determining location. We know different industries require different inputs. Industries are more likely to locate where these inputs are readily and cheaply available. നമുക്കറിയാം വ്യത്യസ്ത വ്യവസായങ്ങൾക്ക് വ്യത്യസ്ത ഇൻപുട്ടുകൾ ആവശ്യമാണെന്നുള്ളത്. ഈ ഇൻപുട്ടുകൾ എളുപ്പത്തിലും വില കുറഞ്ഞും എവിടെ ലഭ്യമാണെന്ന് വ്യവസായങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുണ്ട്. അവരുടെ ലൊക്കേഷൻ. ദെൻ ഒരു വ്യവസായം കണ്ടെത്തുന്നിടത്ത്, ലൊക്കേറ്റ് ചെയ്യുന്നിടത്ത് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ താഴെ പറയുന്നതാണ്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വേർ ആൻ ഇൻഡസ്ട്രി ലൊക്കേറ്റ്സ് ഇൻക്ലൂഡ് പവർ സപ്ലൈ,
communications, labor supply, access to market, grants and financial incentives, and raw materials. അതായത് ഫസ്റ്റ് വൈദ്യുതി വിതരണമാണ്. ഒരു ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്യുന്നിടത്ത് പവർ സപ്ലൈ ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് നോക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, ഗതാഗതം, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് അവൈലബിൾ ആണോ എന്ന് നോക്കുന്നുണ്ട്. ദെൻ ലേബർ സപ്ലൈ, തൊഴിൽ വിതരണം, അതായത് ശരിയായ കഴിവുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ ഇതിലടങ്ങിയതാണ്. ദെൻ ആക്സസ് ടു മാർക്കറ്റ്, വേർ ദ ഗുഡ്സ് ആർ സോൾഡ്, അതായത് മാർക്കറ്റിലേക്കുള്ള ആക്സസ്, സാധനങ്ങൾ വിൽക്കുന്നിടത്തൊക്കെ ആക്സസ് എവിടെയാണെന്ന് നോക്കും. ദെൻ ഗ്രാൻഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, ഗ്രാൻറ്റുകളും സാമ്പത്തിക പ്രോത്സാഹനങ്ങളും സാധാരണ സർക്കാരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ദെൻ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ. ഇതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ലൊക്കേഷൻ. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ലൊക്കേഷൻ ഇൻഡസ്ട്രി, അതായത് വ്യവസായത്തിൻ്റെ സ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. Consequently, the factors influencing the location of industry can be divided into two broad categories. First one, geographical factors, and the second one, non-geographical factors. അതായത് ജോഗ്രഫി, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ, അത് രണ്ടാമത്തേത് ഭൂമിശാസ്ത്രപരമല്ലാത്ത ഫാക്ടേഴ്സും ഉണ്ട്. First one, geographical factors. Following are the important geographical factors influencing the location of industries. അതായത് വ്യവസായങ്ങളുടെ സ്ഥാനത്തെ, ലൊക്കേഷനെ സ്വാധീനിക്കുന്ന പ്രധാന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽസ് ആണ്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഈസ് സോ ഫണ്ടമെന്റൽ ദാറ്റ് ഇറ്റ് നീഡ്സ് നോ എംഫസൈസിംഗ്. Indeed, the location of industrial enterprises is sometimes determined simply by location of raw materials. അതായത് അസംസ്കൃത വസ്തുക്കളാണ്. നിർമ്മാണ വ്യവസായത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ പ്രാധാന്യം വളരെ അടിസ്ഥാനപരമാണ്. അതിന് ഊന്നൽ ആവശ്യമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വ്യാവസായിക സംരംഭങ്ങളുടെ സ്ഥാനം ചിലപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നുണ്ട്. അതായത് മോഡേൺ ഇൻഡസ്ട്രി ഈസ് സോ കോംപ്ലെക്സ് ദാറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് റോ മെറ്റീരിയൽസ് ഈസ് നെസസറി ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. Further, we should bear in mind that finished products of one industry may well be the raw materials of another. അതായത് ഒരു വ്യവസായത്തിന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മറ്റൊന്നിന്റെ അസംസ്കൃത വസ്തു ആയിരിക്കണമെന്ന് നാം ഓർക്കണം. ഉദാഹരണത്തിന്, for instance, pig iron produced by smelting industry serves as the raw material for steel making industry. Industries which use heavy and bulky raw materials in their primary stage in large quantities are usually located near the supply of raw materials. അതായത് പ്രാഥമിക ഘട്ടത്തിലൊക്കെ വലിയ അളവിൽ നല്ല ഭാരമുള്ളതും വലിപ്പമുള്ളതുമായ അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾ സാധാരണയായിട്ട് അസംസ്കൃത വസ്തുക്കളുടെ വിതരണത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് സമീപ പ്രദേശത്താണ്. It is true that in the case of raw materials which lose weight in the process of manufacture or which cannot bear high transport cost or cannot be transported over long distance because of their perishable nature. അതായത് പ്രാഥമിക ഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞു വലിയ അളവിൽ ഭാരമുള്ളതും വലിപ്പമുള്ളതൊക്കെ ആയ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മോഡേൺ വ്യവസായം വളരെ സങ്കീർണമാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് വിശാലമായ അസംസ്കൃത വസ്തുക്കൾ ആവശ്യമാണ്. അപ്പോൾ നിർമ്മാണ പ്രക്രിയയിൽ ഭാരം കുറയുന്ന അല്ലെങ്കിൽ ഉയർന്ന ഗതാഗത ചെലവൊക്കെ വഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കേടായ തരം സ്വഭാവം കാരണം ദീർഘദൂരത്തേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയാത്ത അസംസ്കൃത വസ്തുക്കളുടെ കാര്യത്തിൽ ഇത് സത്യമാണ്. അതായത് ദിസ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് സിൻസ് ഇൻ 1909 when Alfred Weber published his theory of location industry. 1909 ആൽഫ്രഡ് വെബർ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചപ്പോൾ മുതൽ ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദ ജൂട്ട് മിൽസ് ഇൻ വെസ്റ്റ് ബംഗാൾ, ഷുഗർ മിൽസ് ഇൻ ഉത്തർപ്രദേശ്, കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ആർ കോൺസെൻട്രേറ്റഡ് ക്ലോസ് ടു ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ദിസ് വെരി റീസൺ. ദെൻ അതായത് പശ്ചിമ ബംഗാളിലെ ചണ മില്ലുകളും ഉത്തർപ്രദേശിലെ പഞ്ചസാര മില്ലുകളും മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും കോട്ടൺ ടെക്സ്റ്റൈൽസ് മില്ലുകൾ എന്നിവ ഇക്കാരണത്താൽ അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടങ്ങൾക്ക് അടുത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് റോ മെറ്റീരിയൽസ് എവിടെയാണോ കിട്ടുന്നത് അതിനടുത്ത് തന്നെ ആ ഇൻഡസ്ട്രി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതായത് ഇൻഡസ്ട്രീസ് ലൈക്ക് അയൺ ആൻഡ് സ്റ്റീൽ വിച്ച് യൂസ് വെരി ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കോൾ ആൻഡ് അയൺ ഓറി ലോസിംഗ് ലോട്ട് ഓഫ് വെയിറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് മാനുഫാക്ചർ ആർ ജനറലി ലൊക്കേറ്റഡ് നിയർ ദ സോഴ്സസ് ഓഫ് കോൾ ആൻഡ് അയൺ ഓറി. അതായത് ഇവിടെ പറയുന്നത് സാധാരണയായിട്ട് കൽക്കരി, ഇരുമ്പയിര് ഉറവിടങ്ങൾ അതിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് വാച്ച്, ഇലക്ട്രോണിക്സ് വ്യവസായങ്ങൾ പോലെയുള്ള ചില വ്യവസായങ്ങൾ വളരെ വിശാലമായ ലഘു അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓരോ പ്രത്യേക വസ്തുക്കളുടെ ആകർഷകമായ സ്വാധീനം കുറയുന്നു എന്നാണ് പറയുന്നത്. സം ഓഫ് ദ ഇൻഡസ്ട്രീസ് ലൈക്ക് വാച്ച് ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് യൂസ് വെരി വൈഡ് റേഞ്ച് ഓഫ് light raw materials and the attractive influence of each separate materials diminishes. The result is that such industries are often located with no reference to raw materials and are sometimes
referred to as food loss industries. അതായത് ഇതിന്റെ ഫലമായിട്ട് അത്തരം വ്യവസായങ്ങൾ പലപ്പോഴും അസംസ്കൃത വസ്തുക്കളെ പരാമർശിക്കാതെ സ്ഥിതി ചെയ്യുന്നു. ചിലപ്പോൾ ഇവരെ ഫുഡ് ലോസ് വ്യവസായങ്ങൾ, ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് എന്നും വിളിക്കുന്നുണ്ട്. അതായത് കാരണം മതിയായ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തെ വിശാലമായ സ്ഥലങ്ങൾ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഡസ്ട്രി ഉണ്ടാവുകയാണെങ്കിൽ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. Because a wide range of location is possible within an area of sufficient population density. Then power. Regular supply of power is a prerequisite for the location of industries. അതായത് വ്യവസായങ്ങളുടെ പ്രാദേശികവൽക്കരണത്തിന് പതിവായി വൈദ്യുതി വിതരണം ചെയ്യുന്നത് മുൻകൂർ ആവശ്യം തന്നെയാണ്. Coal, mineral oil and hydroelectricity are the three important conventional sources of power. അതായത് കൽക്കരി, ധാതു, എണ്ണ, ജലവൈദ്യുതി എന്നിവയാണ് മൂന്ന് പ്രധാന പരമ്പരാഗത വൈദ്യുതി സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. Most of the industries tend to concentrate at the source of power. The iron and steel industry, which mainly depends on large quantities of cooking coal as a source of power, are frequently tied to coal fields. അതായത് മിക്ക വ്യവസായങ്ങളിലും അധികാരത്തിന്റെ ഉറവിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വൈദ്യുതി സ്രോതസ്സായിട്ട് പ്രധാനമായിട്ടും വലിയ അളവിൽ കുക്കിംഗ്, അതായത് കൽക്കരി ആശ്രയിക്കുന്ന ഇരുമ്പ് ഉരുക്ക് വ്യവസായം പലപ്പോഴും കൽക്കരി വയലുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. Others like the metallurgical and electrochemical industries, which are great users of cheap hydroelectric power, are generally found in the areas of hydropower production. ഫോർ ഇൻസ്റ്റൻസ് അലൂമിനിയം ഇൻഡസ്ട്രി. അതായത് വില കുറഞ്ഞ ജലവൈദ്യുതിയുടെ മികച്ച ഉപഭോക്താക്കളായ മെറ്റലർജിക്കൽ, ഇലക്ട്രോ കെമിക്കൽ വ്യവസായങ്ങൾ പോലെയുള്ള സാധാരണയായിട്ട് ജലവൈദ്യുതി ഉൽപ്പാദന മേഖലകളിൽ കാണപ്പെടുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് പെട്രോളിയം, അതായത് ഉദാഹരണത്തിന് അലൂമിനിയം വ്യവസായം പെട്രോളിയം എളുപ്പത്തിൽ പൈപ്പ് ചെയ്യാനും വൈദ്യുതി വയറുകൾ വഴി ദീർഘദൂരത്തേക്ക് കൈമാറാനും കഴിയുന്നതിനാൽ കൽക്കരി കുറവുള്ള ഈ പ്രദേശങ്ങളിൽ ജലവൈദ്യുതി വികസിപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ തെക്കൻ സംസ്ഥാനങ്ങൾക്കൊക്കെ ഇതൊരു വലിയ പ്രദേശത്ത് വ്യവസായം വ്യാപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതേഴ്സ് ലൈക്ക് ഇലക്ട്രോമെറ്റാളജിക്കൽ ആൻഡ് ഇലക്ട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിന്റെ കേസ്, ആസ് പെട്രോളിയം ക്യാൻ ബി ഈസിലി പൈപ്ഡ് ആൻഡ് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ബൈ wires, it is possible to disperse the industry over a large area to southern states only when hydropower could be developed in these coal deficient areas. Thus, more than all other factors affecting the location of large and heavy industries, quite often they are established at a point which has the best economic advantage in obtaining power and raw materials. അങ്ങനെ വലുതും ഭാരമുള്ളതുമായ വ്യവസായങ്ങളുടെ സ്ഥാനത്തെ ലൊക്കേഷനെ ബാധിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളെക്കാളും വൈദ്യുതിയും അസംസ്കൃത വസ്തുക്കളും ലഭിക്കുന്നതിൽ ഏറ്റവും മികച്ച സാമ്പത്തിക നേട്ടം ഉള്ള ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും ഇവ സ്ഥാപിക്കപ്പെടുന്നത്. ടാറ്റ അയൺ and steel plant at Jamshedpur, the new aluminum producing units at Korba, Chhattisgarh and Ranukot, Uttar Pradesh, the copper smelting plant at Khetri, Rajasthan, and the fertilizer factory at Nangal, Punjab are the sources of power and raw materials deposits. Although other factors have also played their role. അതായത് ജംഷഡ്പൂരിലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്, കോർബ ഛത്തീസ്ഗഡിലെ റെണുക്കോട് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പുതിയ അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ, അതായത് ഖേത്രിയിലെ രാജസ്ഥാൻ, ചെമ്പ് ഉരുക്കൽ പ്ലാന്റ് നങ്കലിലെ പഞ്ചാബ്, വളം ഫാക്ടറി, മറ്റു ഘടകങ്ങളും അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും വൈദ്യുതി അസംസ്കൃത വസ്തുക്കളുടെ നിക്ഷേപങ്ങളുടെ ഉറവിടങ്ങൾക്ക് അടുത്താണ് ഇത് എന്നുള്ളതാണ്. Then labor. No one can deny that the prior existence of a labor force is attractive to industry unless there are some strong reasons to the contrary. Labor supply is important in two respects. First one, workers in large numbers are often required. Second one, people with skill or technical expertise are needed. അതായത് ഒരു തൊഴിൽ ശക്തിയുടെ മുൻ നിലനിൽപ്പ് വ്യവസായത്തിന് ആകർഷകമാണെന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, നേരെ മറിച്ചുള്ള ശക്തമായ കാരണങ്ങളില്ലെങ്കിൽ. ഏതൊക്കെയാണത്? തൊഴിൽ വിതരണം എന്ന് പറയുന്നത്, അതായത് ലേബർ സപ്ലൈ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടു റെസ്പെക്ട്സ്. രണ്ട് കാര്യങ്ങളിൽ വളരെ പ്രധാനമാണ്. ഫസ്റ്റ് വൺ, ധാരാളം തൊഴിലാളികൾ പലപ്പോഴും ആവശ്യമാണെന്നുള്ളതാണ്. വർക്കേഴ്സ് ഇൻ ലാർജ് നമ്പേഴ്സ് ആർ ഓഫൻ റിക്വയർഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ, പീപ്പിൾ വിത്ത് സ്കിൽ ഓർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആർ നീഡഡ്. അതായത് വൈദഗ്ധ്യമോ സാങ്കേതിക വൈദഗ്ധ്യമോ ഉള്ള ആളുകൾ വളരെ ആവശ്യമാണ്. Estal and Buchanan showed in 1961 that labor cost can vary between 62% in clothing and related industries to 29% in the chemical industry.
In the fabricated metal products industries, they work out at 43%. അതായത് എസ്തറും ബുഖാനും 1961 തൊഴിൽ ചെലവുകൾ വസ്ത്രത്തിലും അനുബന്ധ വ്യവസായങ്ങളിലും അതായത് 62% മുതൽ രാസ വ്യവസായത്തിലൊക്കെ 29% വരെ വ്യത്യാസപ്പെട്ടേക്കാം എന്ന് കാണിച്ചു. അതായത് കെട്ടിച്ചമച്ച ലോഹ ഉൽപ്പന്നങ്ങളുടെ വ്യവസായങ്ങളിൽ അവർ 43% പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. Then the fabricated metal products industries, they work out at 43%. അതായത് നമ്മുടെ രാജ്യത്ത് യന്ത്രവൽക്കരണം വർദ്ധിച്ചിട്ടും മോഡേൺ വ്യവസായത്തിന് ഇപ്പോഴും ധാരാളം തൊഴിലാളികൾ ആവശ്യമാണ് എന്നർത്ഥം. In our country, modern industry they still requires a large number of workers in spite of increasing mechanization. There is no problem in securing unskilled labor by locating such industries in large urban centers. അതായത് വലിയ നഗര കേന്ദ്രങ്ങളിലൊക്കെ അത്തരം വ്യവസായങ്ങൾ കണ്ടെത്തി അവിദഗ്ധ തൊഴിലാളികളെ സുരക്ഷിതമാക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. Although the location of any industrial unit is determined after a careful balancing of all relevant factors, yet the light consumer goods and agro-based industries generally require a plentiful of labor supply. എന്നിരുന്നാലും ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും വളരെ ശ്രദ്ധാപൂർവം സന്തുലിതമാക്കുന്നതിന് ശേഷമാണ് ഏതൊരു വ്യവസായ യൂണിറ്റിന്റെയും സ്ഥാനം നിർണ്ണയിക്കപ്പെടുന്നതെങ്കിലും ലഘുവായിട്ടുള്ള ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങൾക്കും പൊതുവെ ധാരാളം തൊഴിൽ വിതരണം ആവശ്യമാണ്, തൊഴിലാളികളെയും ആവശ്യമാണ്. Then transport by land or water is necessary for the assembly of raw materials and for the marketing of the finished products. നമുക്കറിയാം, അസംസ്കൃത വസ്തുക്കളുടെ സമ്മേളനത്തിനും ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ വിപണനത്തിനും കരയിലൂടെയോ വെള്ളത്തിലൂടെയുള്ള ഗതാഗതം അത്യാവശ്യമാണ്. The development of railway in India, connecting the port towns with hinterland, determined the location of many industries around Kolkata, Mumbai and Chennai. അതായത് ഇന്ത്യയിലെ റെയിൽവേയുടെ വികസനം തുറമുഖ പട്ടണങ്ങൾ ഉൾനാടുകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയ്ക്ക് ചുറ്റുമുള്ള നിരവധി വ്യവസായങ്ങളുടെ സ്ഥാനം നിർണ്ണയിച്ചു. As industrial development also furthers the improvement of transport facilities, it is difficult to estimate how much a particular industry owes to original transport facilities available in a particular area. അതായത് വ്യാവസായിക വികസനം ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാൽ ഒരു പ്രത്യേക പ്രദേശത്ത് ലഭ്യമായ യഥാർത്ഥ ഗതാഗത സൗകര്യങ്ങളോട് ഒരു പ്രത്യേക വ്യവസായം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് കണക്കാക്കാൻ പ്രയാസമാണ്. Next, market. The entire process of manufacturing is until the finished goods reach the market. Nearness to market is essential for quick disposal of manufactured goods. അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് വിപണിയിൽ എത്തുന്നത് വരെ നിർമ്മാണ പ്രക്രിയ മുഴുവൻ ഉപയോഗശൂന്യമാണ്. അതായത് നിർമ്മിത വസ്തുക്കളുടെ ദ്രുതഗതിയിലുള്ള നിർമ്മാർജ്ജനത്തിന് വിപണിയോടുള്ള അടുപ്പം അത്യാവശ്യമാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് ദ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആൻഡ് ഇനാബിൾസ് ദ കൺസ്യൂമർ ടു ഗെറ്റ് തിങ്സ് അറ്റ് എ ചീപ്പർ റേറ്റ്സ്. ഇത് ഗതാഗത ചെലവ് കുറയ്ക്കാൻ സഹായിക്കുകയും ഉപഭോക്താവിനെ കുറഞ്ഞ നിരക്കിൽ കൈകാര്യം ചെയ്യാനും കാര്യങ്ങൾ നേടാനും പ്രാപ്തരാക്കുകയും ചെയ്യും. It is becoming more and more true that industries are seeing locations as near as possible to their markets. It has been remarked that market attractions are now so great that a market location is being increasingly regarded as a normal one, and that a location elsewhere needs very strong justification. അതായത് വ്യവസായങ്ങൾ അവരുടെ വിപണികൾക്ക് കഴിയുന്നത്ര അടുത്തുള്ള സ്ഥലങ്ങൾ തേടുന്നു എന്നത് കൂടുതൽ സത്യമാവുകയാണ്. കാരണം വിപണി ആകർഷണങ്ങൾ ഇപ്പോൾ വളരെ വലുതാണ്. ഒരു മാർക്കറ്റ് ലൊക്കേഷൻ സാധാരണ സ്ഥലമായി കൂടുതലായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വളരെ ശക്തമായ ഒരു ന്യായീകരണം ആവശ്യമാണെങ്കിൽ കൂടി എപ്പോഴും വിപണി ആകർഷിക്കാൻ വളരെ അടുത്തുള്ള ഒരു ലൊക്കേഷൻ മാർക്കറ്റാണ് ഇവർ കൂടുതൽ തേടുന്നത്. അതായത് റെഡി മാർക്കറ്റ് ഈസ് മോർ എസെൻഷ്യൽ ഫോർ പെരിഷബിൾ ആൻഡ് ഹെവി കമോഡിറ്റീസ്. കേടാകുന്നതും കനത്തവുമായ ചരക്കുകൾക്ക് റെഡി മാർക്കറ്റ് ഏറ്റവും അത്യാവശ്യമാണ്. ചിലപ്പോൾ നിർമ്മാണ പ്രക്രിയയിൽ ഭാരം, ബൾക്ക് അല്ലെങ്കിൽ ദുർബലഗണ്യമായ മെറ്റീരിയൽസിന്റെ വർധനവുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വ്യവസായം വിപണി ഓറിയന്റഡ് ആയിരിക്കും. അതായത് സംടൈംസ് ദർ ഈസ് എ കൺസിഡറബിൾ മെറ്റീരിയൽ ഇൻക്രീസ് ഇൻ വെയ്റ്റ്, ബൾക്ക് ഓർ fragility during the process of manufacture, and in such cases industry tends to be market oriented. And the next, water. Water is another important requirement for industries. Many industries are established near rivers, canals and lakes because of this reason.
Iron and steel industry, textile industries, and chemical industries require large quantities of water for their proper functioning. അതായത് നമുക്കറിയാം വെള്ളം, വ്യവസായങ്ങൾക്ക് വെള്ളം മറ്റൊരു പ്രധാന ആവശ്യമാണ്. അതായത് ഈ കാരണത്താൽ തന്നെ നദികൾക്കും കനാലുകൾക്കും തടാകങ്ങൾക്കും സമീപമായിരിക്കും നിരവധി വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. ഇരുമ്പ്, ഉരുക്ക് വ്യവസായം, ടെക്സ്റ്റൈൽ വ്യവസായങ്ങൾ, രാസ വ്യവസായങ്ങൾ എന്നിവയ്ക്ക് അവയുടെ ശരിയായ പ്രവർത്തനത്തിന് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. Then Site requirements for industrial development are of considerable significance. Sites generally should be flat and well served by adequate transport facilities. Large areas are required to build factories. Now there is a tendency to set up industries in rural areas because the cost of land has shot up in urban centers. അതായത് സൈറ്റ്, വ്യാവസായിക വികസനത്തിനുള്ള സൈറ്റ് ആവശ്യകതകൾ ഗണ്യമായ പ്രാധാന്യമുള്ളതാണ്. അതായത് സൈറ്റുകൾ സാധാരണയായിട്ട് ഫ്ലാറ്റ് ആയിരിക്കണം, പിന്നെ മതിയായ ഗതാഗത സൗകര്യങ്ങൾ വേണം, ഫാക്ടറികൾ നിർമ്മിക്കാൻ വലിയ പ്രദേശങ്ങളെല്ലാം ആവശ്യമാണ്. അപ്പോൾ നഗരത്തിൽ ഭൂമിയുടെ ചെലവ് ഉയർന്നതിനാൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. Then climate plays an important role in the establishment of industries at a place. Harsh climate is not much suitable for the establishment of industries. There can be no industrial development in extremely hot, humid, dry or cold climate. അതായത് ഒരു സ്ഥലത്ത് വ്യവസായങ്ങൾ സ്ഥാപിക്കുമ്പോൾ കാലാവസ്ഥ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. കഠിനമായ കാലാവസ്ഥ വ്യവസായങ്ങളുടെ സ്ഥാപനത്തിന് അത്ര അനുയോജ്യമല്ല എന്നർത്ഥം. അതായത് വളരെ ചൂടുള്ളതോ ഈർപ്പമുള്ളതോ വരണ്ടതോ തണുത്തതോ ആയ കാലാവസ്ഥയിൽ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ഉണ്ടാകില്ല, വ്യാവസായിക വികസനം അവിടെ നടക്കുന്നതല്ല. അതായത് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ അങ്ങേയറ്റത്തെ കാലാവസ്ഥ വ്യവസായങ്ങളുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്നുണ്ട്. The extreme type of climate of northwest India hinders the development of industries. In contrast to this, the moderate climate of west coastal area is quite congenial to the development of industries. അതായത് ഇതിന് വിപരീതമായിട്ട് പടിഞ്ഞാറൻ തീരപ്രദേശത്തെ മിതമായ കാലാവസ്ഥ വ്യവസായങ്ങളുടെ വികസനത്തിന് തീർച്ചും അനുയോജ്യമാണ്. Because of this reason, about 24% of India's modern industries and 30% of India's industrial labor is concentrated in Maharashtra, Gujarat region alone. ഇക്കാരണത്താൽ കൊണ്ടാണ് ഇന്ത്യയിലെ മോഡേൺ വ്യവസായങ്ങളുടെ 24%, ഇന്ത്യയിലെ വ്യാവസായിക തൊഴിലാളികളുടെ 30% മഹാരാഷ്ട്ര, ഗുജറാത്ത് മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റിക്വയർസ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ബിക്കോസ് ത്രെഡ് ബ്രേക്സ് ഇൻ ഡ്രൈ ക്ലൈമറ്റ്. അതായത് പരുത്തി ടെക്സ്റ്റൈൽ വ്യവസായത്തിന് ഈർപ്പമുള്ള കാലാവസ്ഥ അത്യാവശ്യമാണ്. കാരണം വരണ്ട കാലാവസ്ഥയിൽ ത്രെഡ് തകരും. തൽഫലമായി പരുത്തി തുണിമില്ലുകൾ ഭൂരിഭാഗവും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റിക്വയർസ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ബിക്കോസ് ത്രെഡ് ബ്രേക്സ് ഇൻ ഡ്രൈ ക്ലൈമറ്റ്. Consequently, majority of cotton textile mills are concentrated in Maharashtra and Gujarat. Artificial humidifiers are used in dry areas in these days, but it increases the cost of production. ഈ ദിവസങ്ങളിലൊക്കെ വരണ്ട പ്രദേശങ്ങളിൽ കൃത്രിമ ഹ്യൂമിഡിഫയറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഉൽപാദന ചെലവ് വർദ്ധിക്കാൻ കാരണമാകും. Second one, non-geographical factors. The non-geographical factors are those including economic, political, historical and social factors. അതായത് സാമ്പത്തികവും രാഷ്ട്രീയവും ചരിത്രപരവും സാമൂഹികവുമായ ഘടകങ്ങൾ ഉൾപ്പെടെ നോൺ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ് മെയിൻ ഘടകങ്ങൾ എന്ന് പറയുന്നത്. These factors influence our modern industries to a great extent. അതായത് ഈ ഘടകങ്ങൾ നമ്മുടെ ആധുനിക വ്യവസായങ്ങളെ അല്ലെങ്കിൽ മോഡേൺ ഇൻഡസ്ട്രീസിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. Following are some of the important non-geographical factors influencing the location of industries. അതായത് വ്യവസായങ്ങളുടെ ലൊക്കേഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട നോൺ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ. Modern industries are capital intensive and require huge investments. Capitalists are available in urban centers. അതായത് മോഡേൺ ഇൻഡസ്ട്രീസ്, മോഡേൺ വ്യവസായങ്ങളൊക്കെ, ആധുനിക വ്യവസായങ്ങളൊക്കെ മൂലധന തീവ്രമാണ്, ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. അതിന് വലിയ നിക്ഷേപം ആവശ്യമാണ്. മുതലാളിമാർ നഗരകേന്ദ്രങ്ങളിലാണ് പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. Big cities like Mumbai, Kolkata, Delhi and Chennai are big industrial centers because the big capitalists live in these cities. അതായത് മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ തുടങ്ങിയ വലിയ നഗരങ്ങൾ വലിയ വ്യവസായ കേന്ദ്രങ്ങളാണെന്ന് നമുക്കറിയാം. കാരണം വലിയ മുതലാളിമാർ, ബിഗ് ക്യാപിറ്റലിസ്റ്റ് ഈ നഗരങ്ങളിലാണ് താമസിക്കുന്നത് എന്നുള്ളത് അതിനൊരു കാരണമാണ്.
Then government policies. Government activity in planning the future distribution of industries for reducing regional disparities, elimination of pollution of air and water, and for avoiding their heavy clustering in big cities has become no less an important locational factor. അതായത് വ്യവസായങ്ങളുടെ ഭാവി വിതരണം ആസൂത്രണം ചെയ്യുന്നതിനും പ്രാദേശിക അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും വായുവിൻ്റെയും ജലത്തിൻ്റെയും മലിനീകരണം ഇല്ലാതാക്കുന്നതിനും വലിയ നഗരങ്ങളിലെ അവയുടെ കനത്ത ക്ലസ്റ്ററിംഗ് ഒഴിവാക്കുന്നതിനും ഗവൺമെൻറ് പ്രവർത്തനം ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. There is an increasing trend to set up all types of industries in an area where they derive common advantage of water and power and supply to each other the products they turn out. അതായത് ഒരു പ്രദേശത്ത് എല്ലാതരം വ്യവസായങ്ങളും സ്ഥാപിക്കുന്നതിനുള്ള പ്രവണത വർദ്ധിച്ചു വരികയാണ്. അവിടെ അവർ വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും പൊതുവായ പ്രയോജനം നേടുകയും അവർ മാറുന്ന ഉൽപ്പന്നങ്ങൾ പരസ്പരം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടിക്കൊണ്ടുവരികയാണ്. ദ ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഇൻ അവർ കൺട്രീസ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഓൾ ഓവർ ഇന്ത്യ ഈവൻ ഇൻ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് ചെറുകിട വ്യവസായ മേഖലയിൽ പോലും ഇന്ത്യയിലുടനീളം ധാരാളം വ്യവസായ എസ്റ്റേറ്റുകൾ സ്ഥാപിക്കപ്പെടുക എന്നതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ഇറ്റ് ഈസ് ഓഫ് റെലവൻസ് ടു എക്സാമിൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇന്ത്യസ് 5-year പ്ലാൻസ് ഓൺ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ ഇൻ ദ കൺട്രി. അതായത് രാജ്യത്തിൻ്റെ വ്യവസായ മുന്നേറ്റത്തിൽ ഇന്ത്യയുടെ 5-year പ്ലാൻസ് പദ്ധതികൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. ദ എമർജൻസ് ഓഫ് സ്യൂട്ടബിൾ industries in South India around nucleus of public sector plants and their dispersal to backward potential areas has taken place due to government policies. അതായത് തെക്കേ ഇന്ത്യയിലെ പൊതുമേഖലാ പ്ലാന്റുകളുടെ പുതിയ ന്യൂക്ലിയസുകൾക്ക് ചുറ്റും അനുയോജ്യമായ വ്യവസായങ്ങളുടെ ആവിർഭാവവും പിന്നോക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് അവയുടെ വ്യാപനവും സർക്കാർ നയങ്ങൾ കാരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മുന്നോക്ക മേഖലയിൽ മാത്രമല്ല പിന്നോക്ക മേഖലയിലും ഗവൺമെൻറ് ഇടപെടൽ കാരണം ഇൻഡസ്ട്രീസ് ഒരുപാട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. Then the state policy of industrial location has a greater hand in the establishment of a number of fertilizer factories, iron and steel plants, engineering works and machine tool factories including railway, shipping, aircraft and defense installations, and oil refineries in various parts in the new planning era in free India. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ പുതിയ ആസൂത്രണ കാലഘട്ടത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് റെയിൽവേ, ഷിപ്പിംഗ്, വിമാനം, പ്രതിരോധ സ്റ്റേഷനുകൾ, എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഫാക്ടറികൾ, ഇരുമ്പ്, സ്റ്റീൽ പ്ലാന്റുകൾ, എഞ്ചിനീയറിംഗ് വർക്കുകൾ, മെഷീൻ ടൂൾസ് ഫാക്ടറികൾ എന്നിവ സ്ഥാപിക്കുന്നതിൽ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ്റെ സംസ്ഥാന നയത്തിന് അതായത് ഗവൺമെൻറ് പോളിസീസിന് ഒരു വലിയ പങ്കുണ്ട്. വി മേ കൺക്ലൂഡ് ബൈ nothing that the traditional explanation of a location of industry at a geographically favorable point is no longer true. അതായത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അനുകൂലമായ ഒരു ഘട്ടത്തിൽ വ്യവസായത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പരമ്പരാഗത വിശദീകരണം ഇനി സത്യമല്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അതായത് നോൺ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സും കൂടിയും ഇതിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. ലൊക്കേഷൻ ഓഫ് ഓയിൽ റിഫൈനറി അറ്റ് മധുര, കോച്ച് ഫാക്ടറി അറ്റ് കപൂർത്തല ആൻഡ് ഫെർട്ടിലൈസർ പ്ലാന്റ് അറ്റ് ജഗദീഷ്പൂർ ആർ സം ഓഫ് ദ റിസൾട്ട്സ് ഓഫ് ഗവൺമെൻറ് പോളിസീസ്. അതായത് മധുരയിലെ എണ്ണ ശുചീകരണശാല, കപൂർത്തലയിലെ കോച്ച് ഫാക്ടറി, ജഗദീഷ്പൂരിലെ ഫെർട്ടിലൈസർ പ്ലാന്റ് എന്നിവ ഗവൺമെൻറ് പോളിസീസിൻ്റെ അല്ലെങ്കിൽ സർക്കാർ നയങ്ങളുടെ ചില എഫേർട്ടിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ളതാണ്. Then industrial inertia. Industries tend to develop at the place of their original establishment through the original cause may have disappeared. This phenomenon is referred to as inertia, sometimes as geographical inertia and sometimes industrial inertia. The lock industry at Allegra is such an example. അതായത് വ്യാവസായിക ജഡത്വമാണ്. യഥാർത്ഥ കാരണം അപ്രത്യക്ഷമായിരിക്കുമെങ്കിലും വ്യവസായങ്ങൾ അവരുടെ യഥാർത്ഥ സ്ഥാപനത്തിൻ്റെ സ്ഥാനത്ത് അതായത് യഥാർത്ഥ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ വികസിപ്പിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ ജോഗ്രഫിക്കൽ ഇനേർഷ്യ എന്നും ഇൻഡസ്ട്രിയൽ ഇനേർഷ്യ എന്നും മറ്റു പേരുകളിലായിട്ട് വിളിക്കാറുണ്ട്. അലിഗഡിലെ ലോക്ക് വ്യവസായം അത്തരമൊരു ഉദാഹരണമാണ്. ദെൻ എഫിഷ്യൻ്റ് ഓർഗനൈസേഷൻ. എഫിഷ്യൻ്റ് ആൻഡ് എൻ്റർപ്രൈസിംഗ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ റണ്ണിങ് മോഡേൺ ഇൻഡസ്ട്രി സക്സസ്ഫുള്ളി. അതായത് കാര്യക്ഷമമായ ഒരു സംഘടന അതായത് മോഡേൺ വ്യവസായം വിജയകരമായി പ്രവർത്തിക്കുന്നതിന് കാര്യക്ഷമവും സംരംഭകവുമായ സ്ഥാപനവും മാനേജ്മെൻറ്റും അത്യാവശ്യമാണ്.
Bad management sometimes squanders away the capital and inputs the industry in financial trouble, leading to industrial ruin. അതായത് മോശം മാനേജ്മെന്റ് ചിലപ്പോൾ മൂലധനം ദൂർത്തടിക്കുകയും വ്യവസായത്തെ വ്യാവസായിക നാശത്തിലേക്ക് നയിക്കുന്ന സാമ്പത്തിക കുഴപ്പത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് മോശം മാനേജ്മെന്റ് തൊഴിൽ സേനയെ കാര്യക്ഷമമായും നയപരമായും കൈകാര്യം ചെയ്യുന്നില്ല. അത് തൊഴിൽ ഡിസ്റ്റർബൻസിന് കാരണമാവുകയും ചെയ്യും, അല്ലെങ്കിൽ ലേബർ അൺറെസ്റ്റിന് കാരണമാവും. ബാഡ് മാനേജ്മെന്റ് ഡസ് നോട്ട് ഹാൻഡിൽ ദ ലേബർ ഫോഴ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് ടാക്റ്റ്ഫുള്ളി, റിസൾട്ടിംഗ് ഇൻ ലേബർ അൺറെസ്റ്റ്. ഇറ്റ് ഈസ് detrimental to the interest to the industry. Strikes and lockouts lead to the closure of industries. Hence, there is an imperative need of effective management and organization to run the industries. അതായത് ഇതെല്ലാം വ്യവസായത്തിൻ്റെ താല്പര്യത്തിന് ഹാനികരമാണ്. സമരങ്ങളും ലോക്കൗട്ടുകളും വ്യവസായങ്ങൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിക്കുന്നു. അതിനാൽ വ്യവസായങ്ങൾ പ്രവർത്തിക്കാൻ ഒരു ഫലപ്രദമായ മാനേജ്മെൻറ്റിൻ്റെയും സ്ഥാപനത്തിൻ്റെയും അനിവാര്യമായ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ബാങ്കിങ് ഫെസിലിറ്റീസ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻവോൾവ്സ് daily exchange of crores of rupees, which is possible through banking facilities only. So the areas with better banking facilities are better suited to the establishment of industries. അതായത് വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ വഴി മാത്രം സാധ്യമായ കോടിക്കണക്കിന് രൂപയുടെ ദൈനംദിന കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിനാൽ മെച്ചപ്പെട്ട ബാങ്കിംഗ് സൗകര്യങ്ങളുള്ള മേഖലകൾ വ്യവസായങ്ങളുടെ സ്ഥാപനത്തിന് കൂടുതൽ അനുയോജ്യമാണ്. Then insurance. There is a constant fear of damage to machines and man in industries, for which insurance facilities are badly needed. അതായത് ഇൻഷുറൻസ് സൗകര്യങ്ങളൊക്കെ മോശമായിട്ട് ആവശ്യമുള്ള വ്യവസായങ്ങളിൽ യന്ത്രത്തിനും മനുഷ്യനൊക്കെ കേടുപാടുകൾ സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം നിരന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എല്ലാ വ്യവസായങ്ങളും ഇൻഷുർ ചെയ്യുന്നു. Then agglomeration and food loss industries. These are two special cases of industrial location. അതായത് അഗ്ലമറേഷൻ, ഫുഡ് ലോസ് വ്യവസായങ്ങൾ ഇവ വ്യാവസായിക സ്ഥലത്തിൻ്റെ രണ്ട് പ്രത്യേക കേസുകളാണ്. Agglomeration is when a number of producers in the same or related industries group themselves together. An example is the large number of financial services companies which are headquartered in the city of London. അതായത് ഒരേപോലെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യവസായങ്ങളിൽ നിരവധി നിർമ്മാതാക്കൾ സ്വയം എത്തിച്ചേരുന്നതാണ് അഗ്ലമറേഷൻ എന്ന് പറയുന്നത്. അതായത് ലണ്ടൻ നഗരങ്ങളൊക്കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധാരാളം ഫിനാൻഷ്യൽ സർവീസസ് കമ്പനികൾ, ഉദാഹരണത്തിന് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും എല്ലാം ഇതിനൊരു ഉദാഹരണമാണ്. Then food loss industries. Food loss industries are those that are less dependent on factors that tie them to a specific geographical location. അതായത് ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ലൊക്കേഷനുമായി ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളെ കുറവ് ആശ്രയിക്കുന്നവരാണ് ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ്. അവർക്ക് പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ജോഗ്രഫിക് ലൊക്കേഷൻ വേണമെന്നില്ല, അവരാരെയും പ്രത്യേകിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല. ആസ് ലോങ് ആസ് ദേ ഹാവ് സ്യൂട്ടബിൾ ട്രാൻസ്പോർട്ട്, എനർജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്, ദേ ക്യാൻ ലൊക്കേറ്റ് ദംസെൽസ് വിർച്വലി എനിവർ ഇൻ ദ വേൾഡ്. അതായത് അവർക്ക് അനുയോജ്യമായ ഗതാഗതം, ഊർജം, ആശയവിനിമയ ലിങ്കുകൾ ഉള്ളിടത്തോളം കാലം അവർക്ക് ലോകത്തിലെ എവിടെയും സ്വയം ഇൻഡസ്ട്രീസ് ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുന്നുള്ളതാണ്. എക്സാമ്പിൾസ് ഓഫ് ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് ആർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ടെലഫോൺ സെയിൽസ് ആൻഡ് കോൾ സെന്റേഴ്സ്. അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വികസനം, ടെലഫോൺ വിൽപ്പന, കോൾ സെന്ററുകൾ എന്നിവയാണ് ഫുഡ് ലോസ് വ്യവസായങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ.